ഓക്കെ 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 താങ്ക് യു. ഇപ്പോൾ വേൾഡിൽ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ സാധാരണ രീതിയിൽ മരുന്ന് കൊണ്ട് മാറാത്ത ബാക്ക് പെയിനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ലോകത്തിന്റെ എവിടെ ഇരിക്കുന്ന ആളെയാണെങ്കിലും ബാക്ക് പെയിൻ ഇപ്പോൾ പ്രസന്റ്ലി ഉള്ള ആളെയാണെങ്കിൽ ഡെമോ ചെയ്യാന്നുള്ള രീതിയിൽ ഞാനൊരു മെസ്സേജും ഇന്നത്തേൽ വിട്ടിട്ടുണ്ട്. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഈ നടുവേദനയുടെ കാരണങ്ങൾ എന്ത്, നടുവേദന വരാനുള്ള കാരണങ്ങൾ എന്ത്. ഓക്കെ ഓക്കെ കേൾക്കാം എന്നുള്ളത് മെസ്സേജ് കിട്ടി. താങ്ക് യു. കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി. നീ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ രണ്ട് വിഷയങ്ങളാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്, സംസാരിക്കാനും പ്രവർത്തിക്കാനുള്ളത്. ഒന്ന് പ്രവൃത്തിയാണല്ലോ. ഒന്ന്, നടുവേദന എന്തുകൊണ്ട്, തലവേദന ഉണ്ട് ഇപ്പോ. ഞാനിപ്പോ നടുവേദനയുടെ ഒരു കളിയാണ് കളിക്കാൻ വന്ന ജിതേഷ് ആണ്. എന്തായാലും അയാള് ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് ഒരു ഫോട്ടോ അയക്കാം. 830 തലവേദന ഉണ്ട് എന്ന് പറഞ്ഞ ഒരാള് ഇപ്പോ ഒരു ഫോട്ടോ അയക്കുക. അയാളുടെ സെൽഫി എടുത്തിട്ട് അയക്കുക, കണ്ണടച്ചിട്ട്. കാരണം നമ്മുടെ സമയം പോകരുത്. ഇനി വേറെ ആരും പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് അയക്കരുത്. അതിന് നമുക്ക് ഡെമോ പിന്നെ നടത്താം. നമ്മൾ രണ്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. 830-108-5091 830-830 108-108 5091 ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അയക്കാം. ഇപ്പൊ പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ അല്ല ഉദ്ദേശിച്ചത്. ആ ജിനേഷ് ഓക്കെ, തലവേദനക്ക് ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. തലവേദനക്കാർക്കുള്ള ക്യാമ്പയിൻ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്, ബാക്ക് പെയിൻകാരാണ് ഉദ്ദേശിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാല് ചില ആളുകളൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. നടു പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും പോകില്ല. പിന്നെ അവരുടെ ഒരു ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ട് വലിയ ചികിത്സകളൊക്കെ ചെയ്ത് മതിയായി പിന്നെ ജോലിക്കൊന്നും പോകാതിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ എല്ലാ രോഗത്തിനും ചികിത്സിക്കുമെങ്കിലും ബാക്ക് പെയിനും നെക്ക് പെയിനും വേണ്ടിയിട്ട് ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന്റെ ഒരു ക്യാമ്പയിനുമാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഫോട്ടോ വന്നാൽ ഞാൻ ചെയ്തോളാം. ഫോട്ടോ അയക്കണം ഞാൻ പറഞ്ഞ നമ്പറിൽ, തലവേദനക്കാരൻ. ഓക്കെ. അപ്പൊ ബാക്ക് പെയിൻ ലോകത്തുള്ള എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാധനമാണ്. റെക്കോർഡ് വീഡിയോ ആണോ? സോറി, റെക്കോർഡൊന്നും ഇല്ല. ഇത് നമ്മള് വെബിനാർ നടത്തുന്നതല്ലേ. ഇത് സ്റ്റുഡൻസ് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. എന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് ഒന്ന് അയച്ചു തരാനുള്ള ക്ലാസ് അല്ല. ഓക്കെ ഓക്കെ റെക്കോർഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. നമുക്ക് യൂട്യൂബിൽ ഇടാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ റെക്കോർഡ് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ അത്യാവശ്യങ്ങൾ നടക്കണമെങ്കിൽ എന്താക്കണം? ഫോട്ടോ വന്നത് കണ്ണ് തുറന്നിട്ടുള്ളതാണ്, കണ്ണടച്ചിട്ട് വിടാനാണ് പറഞ്ഞത്. ഇത് പേര് പറഞ്ഞ ആളല്ലല്ലോ. തലവേദന ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞ, എന്റെ സമയം വെറുതെ കളയണ്ട. സോറി, ഞാൻ പിന്നെ ചെയ്യാം. എന്തായാലും നടുവേദനക്ക് ഫോട്ടോ വന്ന ആളുടെയും തൽക്കാലം ഇപ്പൊ എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്തിനാണെന്ന് വൈഫാണ് അയച്ചത്. ഓക്കെ, ജനീഷ് പേര്. പക്ഷെ ഇതിന്റെ പേര് വന്നേക്കണം അബ്ദുള്ളയാണ് വന്നത്. അതാണ് പ്രശ്നമായത്. അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോ വന്നു. ഇയാളുടെ ഫോട്ടോ വന്നത്. നിങ്ങൾ പറഞ്ഞ ആളുടെ ഫോട്ടോ അല്ല വന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തലവേദന ഒരാളിങ്ങനെ ക്ലാസ് കേൾക്കണമെങ്കിൽ തലവേദന ഇല്ലാതിരിക്കണമല്ലോ. അപ്പൊ ഞാനൊന്ന് ചെയ്യാൻ നോക്കുമ്പോൾ സമയം എന്തായാലും കളയാനില്ല. എനിക്ക് 9 മണിക്ക് ഹീലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ വന്ന കാര്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ബാക്ക് പെയിൻ. അപ്പൊ അതിന്റെ കാരണങ്ങൾ ഒത്തിരി മോഡേൺ സയൻസ് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണ രീതി, ഇരുത്തത്തിന്റെ രീതി, അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മറ്റു പല വിഷയങ്ങളും കൊണ്ടെല്ലാം ബാക്ക് പെയിൻ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പൊ ബാക്ക് പെയിൻ വന്ന ഒരാളെ സംബന്ധിച്ചിട്ട് കുറെ കാലങ്ങളോളം ആ മരുന്ന് കുടിച്ച് അതല്ലെങ്കിൽ ഉഴിച്ചിൽ നടത്തി
ഉഴിച്ചിൽ നടത്തിയിട്ട് മാറാത്ത ഒത്തിരി ആളുകൾ നമുക്ക് ട്രീറ്റ്മെന്റ് വരാറുണ്ട്. എന്നാൽ മാറുന്നുമുണ്ട്, മാറി കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും വരുന്നുമുണ്ട്. അങ്ങനെ കുറെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നടുവേദന എന്നുള്ള ഒരു സാധനത്തെ മാത്രം ഫോക്കസ് ചെയ്താണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നടുവേദന ഇന്ന് നിങ്ങൾക്കുള്ള ആളുകൾക്ക് ഞാനൊരു ഡെമോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എൻ്റെ ഒരു ക്ലാസ് തീരുന്നവരെ വെയിറ്റ് ചെയ്യണം. കാരണം എന്താണ് നടുവേദന വരാനുള്ള ഒരു കാരണം, നടുവേദന എങ്ങനെ നമുക്ക് പരിഹരിക്കാം, ഇത് രണ്ടും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. കുറച്ചേ ഞാൻ എടുക്കുള്ളൂ, നീണ്ടുപോയാൽ അധികം നീളയില്ല. അപ്പോൾ നടുവേദന വരാനുള്ള കാരണത്തിൽ അമിതവണ്ണമാണ് എന്ന് പറയുമ്പോൾ അമിതവണ്ണമുള്ള എല്ലാവർക്കും നടുവേദന ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അപ്പുറത്തുണ്ട്. അപ്പൊ അമിതവണ്ണമുള്ള എല്ലാവർക്കും നടുവേദന ഉണ്ടാവണമെന്നില്ല. പിന്നെ ഗർഭം ധരിക്കുന്നതുകൊണ്ട് നടുവേദന വരുമെന്നാണ് പറയാം. ഗർഭം ധരിക്കുന്നതുകൊണ്ട് നടുവേദന വരുമെന്ന് ചോദിച്ചാല് ഗർഭം ധരിക്കുന്നതുകൊണ്ട് നടുവേദന വരാം. പക്ഷെ ഗർഭം ധരിച്ച സ്ത്രീകൾക്ക് എല്ലാവർക്കും നടുവേദന വരുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും ക്ലാസ് ശ്രദ്ധിക്കൂ. ഇത് യൂട്യൂബിൽ വരോ അത് ചോദിച്ച സമയങ്ങളല്ലേ. കാരണം നമുക്കിപ്പോ വെബിനാർ നടത്തുക എന്നുള്ളത് ലൈവ് നടത്തൽ തന്നെയാണ് എപ്പോഴും നല്ലതല്ലോ. നിങ്ങൾ കേൾക്കലായിരിക്കും നല്ലത്, നേരിട്ട് കേൾക്കലായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ ഗർഭിണിക്ക് വരുമെങ്കിൽ ഗർഭിണികൾക്ക് നടുവേദന നിങ്ങൾ അടിച്ചു നോക്കിയാൽ, ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നടുവേദനയുടെ കാരണങ്ങൾ ചോദിച്ചാൽ അതിൽ ഗർഭിണികൾക്ക് നടുവേദന വരുന്നു. അപ്പൊ ഗർഭം ധരിക്കുന്ന എല്ലാവർക്കും നടുവേദന വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ തടിയുള്ള എല്ലാവർക്കും നടുവേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ നടുവേദനയുടെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ഡിസ്ക് അകൽച്ചയാണ്, ബൾജിങ് ആണ്, അല്ലെങ്കിൽ തേയ്മാനമാണ്, അല്ലെങ്കിൽ ഞരമ്പ് കുടുങ്ങിയതാണ്. പൊതുവിൽ എപ്പോഴും രോഗികൾ വന്നിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, സാറേ ഞരമ്പ് കുടുങ്ങി കിടക്കാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ല പ്രശ്നമാവുന്ന പറയണേ. അപ്പോൾ ഡിസ്കിന്റെ ഇടയിൽ ഞരമ്പ് ഇങ്ങനെ കുടുങ്ങിയേക്കാണ് എന്ന് ഇങ്ങനെ പറഞ്ഞാൽ, എൻ്റെ ജിനേഷെ ഫോട്ടോ അയച്ചിട്ടുണ്ട്, നല്ല തലവേദന ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, തലവേദന ഉള്ള ഒരാള് നല്ല പച്ചവെള്ളത്തിൽ കാലിറക്കി വെക്കാം 20 മിനിറ്റ്. ജിനേഷെ, ഞാൻ ഇപ്പൊ ഹീൽ ചെയ്യാൻ നിന്ന് എന്റെ പണി നടക്കില്ല. നല്ല തണുത്ത വെള്ളത്തിൽ കാൽപ്പത്തി 2 ഇറക്കി വെക്കാം 20 മിനിറ്റ്. എന്നിട്ട് ഇരുന്ന് ക്ലാസ്സും കേട്ടോ, ബാക്കി മാറിക്കോളും. എൻ്റെ ക്ലാസ്സില് എന്നെ ആദ്യമായി കാണുന്നവര് ഒന്ന് കമന്റ് വിടാവോ? എന്നെ ആദ്യമായിട്ട് ഇങ്ങനൊരു ചികിത്സാ സംവിധാനത്തെ തന്നെ പരിചയമില്ല, എന്നെ ആദ്യമായിട്ട് കാണുന്നവര് ഐ എന്ന് ടൈപ്പ് ചെയ്ത് വിടാവോ? ഐ എന്ന് ടൈപ്പ് ചെയ്ത് വിടാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം നിങ്ങളൊന്നും അറിയിക്കണമല്ലോ. ആള് എന്നെ അറിയുന്നവര് മാത്രമാണെങ്കിൽ പിന്നെ ഞാൻ അവര് രഹസ്യമായിട്ട് വേറെ പറഞ്ഞു കൊടുക്കാലോ. സജന, അബ്ദുറഹ്മാൻ, നജ്മ, അഫ്സൽ, ഇർഷാദ്, ആദ്യം കുറച്ച് പേര് പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. ദിനേഷ്, മുഹമ്മദ് ഷിയാസ്. ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. കാരണം നിങ്ങൾ ആക്റ്റീവ് ആണെന്ന് അറിയണമല്ലോ, നിങ്ങൾ ഇതിലുണ്ട് എന്ന് അറിയണമല്ലോ. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒട്ടും കാണാത്തവരുണ്ടാവുമല്ലോ. ഓക്കെ, ഐ എന്ന് ടൈപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ബാക്ക് പെയിൻ ഉള്ള കാര്യമൊന്നും പറയണ്ട. ബാക്ക് പെയിൻകാർക്കാണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിൻ വെച്ചത്. ഓക്കെ, ഇപ്പൊ കുറെ ആളുകൾ എന്തായാലും എന്നെ കാണാത്തവരുണ്ട്, ഞാൻ എന്താണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. എൻ്റെ പേര് നിസാർ മുപ്പത്തടം എന്നാണ് സാധാരണ അറിയപ്പെടാം. നിസാർ യോങ്ലിയാൻ എന്നാണ് വേറൊരു നെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ നെയിമിന്റെ കൂടെ ഒരു യോങ്ലിയാൻ കയറിയതാണ്. ഓക്കെ, സിസിലി മാത്യു. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് മുപ്പത്തടം എന്ന് പറഞ്ഞ പ്രദേശത്തുള്ളത് കൊണ്ട് നിസാറിന്റെ അടുത്തൊരു മുപ്പത്തടൂർ കയറി നിസാർ മുപ്പത്തടം. എന്നാൽ എൻ്റെ ചികിത്സക്ക് ഞാൻ ഒരു പേരിട്ടേക്കുന്നത് NYL എന്നാണ്, നിസാർ യോങ്ലിയാൻ എന്നാണ്. അത് എൻ്റെ ഒരു മാർഷൽ ആർട്സിൽ ആയോധന കലയായ കുങ്ഫുവിലൊരു ഷാവലിൻ നെയിം ഇട്ടതാണ് യോങ്ലിയാൻ. അപ്പം അത്
കൂട്ടിച്ചേർത്തിട്ട് നിസായോങ്ലിയാൻ എന്നുള്ളൊരു സിസ്റ്റം. ഞാനിവിടെ ട്രീറ്റ്മെന്റ് അക്യുപങ്ക്ചർ, ഫിസിയോതെറാപ്പി, കളരിമർമ്മ, അങ്ങനെ കുറെ സംഭവങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു 10-20 ചില്ലാനം ട്രീറ്റ്മെന്റുകളെല്ലാം അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തമായി കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ ഞാൻ തന്നെ ആക്കിയ എൻ്റെതായിട്ടുള്ളൊരു ചികിത്സാ സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലിരുന്ന് നിങ്ങൾ ഫോട്ടോ അയച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് ക്യാൻസർ ഉൾപ്പെടെ, ബ്രെയിൻ ട്യൂമർ ഉൾപ്പെടെയുള്ള കേസുകൾക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ പെട്ടെന്ന് കത്തണമെന്നില്ല. അപ്പം എന്നെ അറിയാവുന്നവർക്ക് കുറേ പേർക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ ക്ലിനിക് ഉള്ളത് ആലുവക്ക് അടുത്ത് മുപ്പത്തടം എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഒരു ഡെയിലി ഒരു 300-400 പേഷ്യൻസിനെ എനിക്ക് ഡെയിലി ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു നല്ലൊരു ഡോക്ടർക്ക് എന്തായാലും നല്ല കഴിവുള്ളൊരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു 50 പേഷ്യൻസ് അല്ലെങ്കിൽ 100 പേഷ്യൻസ് ഒക്കെ ഉള്ള ഡോക്ടർക്ക് തന്നെ തിരക്കായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല. എനിക്ക് ഫോട്ടോ അയച്ചിട്ട് വേൾഡിൽ എവിടെ ഇരിക്കുന്ന ആളാണെങ്കിലും എനിക്ക് ഫോട്ടോ അയക്കുമ്പോൾ എനിക്ക് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ പ്രാണിക് ഹീലിംഗ്, റൈക്കി എന്ന് പറഞ്ഞ സിസ്റ്റത്തെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ഡിസ്റ്റൻസ് ആയിട്ട് ഹീൽ ചെയ്യാം. അപ്പോൾ ഒരേ ടൈമിൽ 1000 പേരാണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു തള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് കിട്ടാം. എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇതിൽ ബാക്ക് പെയിൻ ഉള്ളവരെ നമുക്ക് കിട്ടിയാൽ ഡെമോ ചെയ്യാം. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്തു തരാം. അപ്പോൾ വേദനകൾ മാറുന്നവരുണ്ടെങ്കിൽ അത് പറയണം. പക്ഷെ ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ കുറെ ആളുകൾ കയറിയിട്ടുണ്ട്, 100ഓളം ആളുകളുണ്ട്. അത് നമ്മളൊന്ന് ക്ലാസ് ഒന്ന് ചാലു ആക്കിയിട്ട് ട്രീറ്റ്മെന്റിന്റെ ഡെമോ ഞാൻ കാണിക്കാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ വരാതെ, നിങ്ങളെ ഞാൻ തൊടാതെ, നിങ്ങളുടെ വേദനകൾ മാറ്റുക. വേദനകൾ മാറുക എന്നുള്ള സാധനം അവിടെ വെക്കുക. ചികിത്സ എന്താണ്, ചികിത്സയിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണ്, അല്ലെങ്കിൽ രോഗം എന്തുകൊണ്ട് വന്നു എന്ന് ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ അത് പറയേണ്ട കടമക്കാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. രോഗചികിത്സയിൽ ആദ്യം രോഗം എന്ത് എന്നുള്ളത് ഏകദേശ ധാരണ വരണം. ആ ധാരണക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കൂടുന്നത്. അതിനൊപ്പം ചികിത്സിച്ചാൽ ഭേദപ്പെടുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവർക്ക് ഞാൻ ഡെമോ നടത്താമെന്നും ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ ഡെമോ ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറയരുത്, സോറി, വെയിറ്റ് ചെയ്യുക. കാരണം കുറെ നാൾ ഓടിയ ആളുകളായിരിക്കും എന്തായാലും, ഈ ചികിത്സയെ പരിചയപ്പെടാനിരിക്കുന്ന ആളുകളായിരിക്കും എന്തായാലും. അപ്പൊ എന്നെ ഒന്ന് സഹായിക്കാം. ഞാൻ ഇതിന്റെ ഇടയിൽ എപ്പോഴാണോ ഞാൻ പറയുന്ന നമ്പർ, ഞാനൊരു നമ്പർ തരും, ആ നമ്പറിലേക്ക് ഫോട്ടോ വിടാൻ പറയുന്നത്. ആ ടൈമിൽ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ ഉള്ള ആളുകൾ, ഇപ്പൊ പ്രസന്റ്ലി വേദനകൾ എടുത്തിരിക്കുന്ന ആളുകളായിരിക്കണം. കാരണം ഞാനിപ്പോ 7:40 അല്ലെങ്കിൽ 7:45 ഞാൻ പറയാണ് ഫോട്ടോ അയച്ചോളാൻ പറയുകയാണെങ്കിൽ, ആ 7:45 ഫോട്ടോ അയച്ചിട്ട് 8 മണിക്കുള്ളിൽ എന്റെ ചികിത്സ എല്ലാം കഴിഞ്ഞു. വേദന 100 ആൾക്കും ഇപ്പൊ കയറിയേക്കുന്ന 100 ആൾക്കും വേദനകൾ ഉണ്ടെങ്കിൽ ആ വേദനകൾ ഉള്ളവരെ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുകയും അതിന്റെ റിസൾട്ട് അവര് ഇതിൽ പറയുകയും ചെയ്യണം. എന്നാലല്ലേ കൂടിയേക്കുന്നവർക്ക് അറിയാൻ കഴിയുള്ളൂ ഇത് നടക്കോ ഇല്ലയെന്നൊക്കെ. അപ്പോ ഒരു ചെറിയ ഡെമോ ഞാൻ നടത്താം. നിങ്ങൾ ആരൊക്കെയാണെന്നുള്ളതൊന്നും വിസിബിൾ അല്ല, എല്ലാവരും പലപ്പോഴും മുഖം കാണിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ എന്നാലും ഞാൻ എന്റെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നതിന് ശേഷമേ നിങ്ങൾ പരമാവധി പോകാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞൊരു വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ടും കേൾക്കുക. അധികം ഒന്നും പറയണില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ പൊതുവിൽ നമ്മൾ നട്ടെല്ലിന്റെ വിഷയത്തിലേക്ക് മാത്രം നിൽക്കുക. നട്ടെല്ലിന്റെ ഡിസ്ക്, ആ ഡിസ്ക് തേഞ്ഞതാണ്, അല്ലെങ്കിൽ ബൾജിങ് ആണ്, അല്ലെങ്കിൽ ഞരമ്പ് കുടുങ്ങിയതാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ സത്യമാണ് താനും. ഞരമ്പ് കുടുങ്ങിയതാണ്, ബൾജിങ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ തേയ്മാനമാണ് എന്നൊക്കെ പറയുന്നത് ശരിയൊക്കെ തന്നെ. പക്ഷെ ആ ശരിക്കപ്പുറം വേറെ എന്തൊക്കെയോ ഉണ്ട്. ആ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് വെറുതെ ഒന്ന് ചർച്ച ചെയ്യാം. അത് നമ്മളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ തയ്യാറായാൽ ബാക്ക് പെയിൻ നമുക്ക് എന്നേക്കും ഇല്ലാതാക്കാനും കഴിയും, ജീവിക്കാനും കഴിയും. ഇനി ഞാനിപ്പോ പറയണ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഒന്നും നിങ്ങൾ പാലിക്കാനും തയ്യാറല്ലെങ്കിൽ പോലും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്താൽ ബാക്ക് പെയിൻ മാറും. അതിൽ അത്ര കോൺഫിഡൻസ് ഉള്ള വിഷയമാണ്. അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ബാക്ക് പെയിൻ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഈ ചികിത്സയെ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ വെച്ചത്. അപ്പോ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞൊരു ചികിത്സാ സംവിധാനം എന്തായാലും ഏതാണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിൽ കുറെ ആളുകൾ, എന്നെ പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ചൈനയുടെ ചികിത്സാ സംവിധാനമായ അക്യുപങ്ക്ചറിനെ പരിചയമുണ്ടാവും. അപ്പോൾ ആ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞ ചികിത്സാ സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ്, എനർജി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ
എനർജി വെച്ചിട്ട് ഏതൊരു മനുഷ്യന്റെയും എനർജി കുറയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്താൽ രോഗം മാറ്റാം എന്നുള്ള ഒരു സയൻസ്. ബാങ്ക് നടക്കുന്നതുകൊണ്ട് നല്ല വോയിസ് ഉണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സി ടൈപ്പ് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ സി ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ക്ലിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, എന്നും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ അവിടെ നിന്നുള്ള സൗണ്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആവാൻ സാധ്യത കുറവുണ്ട്. ഓക്കെ, എന്നും വരുന്നുണ്ട്. എന്തായാലും ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓ, യൂട്യൂബിലോ? വിളിക്കാക്കി. ആ, കുഴപ്പമില്ല. എത്ര പേര് കയറി? അതിൽ ചാർജ് ഉണ്ടോ ഫോണിൽ? അതിൽ ഫോട്ടോ എടുക്കാൻ എന്ത് ചെയ്യും? വേറൊരു ഫോൺ എടുത്തിട്ട് അറേഞ്ച് ചെയ്യും. ഈ ഫോണിൽ അറേഞ്ച് ചെയ്യുന്നില്ലേ? ഇതിലേക്ക് ഫോട്ടോയ്ക്കാണെങ്കിൽ പറയും. 100 പേരിൽ കൂടുതൽ പറ്റൂല. സോറി 100 പേരിൽ കൂടുതൽ കയറാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് കുറെ ആളുകൾ യൂട്യൂബിൽ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചത് ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും യൂട്യൂബിൽ ലൈവ് പോയിട്ടുണ്ട്. അതിനും ഒരു പരിധി ഉണ്ട്. കാരണം 9 മണിക്ക് എനിക്ക് വേറെ ട്രീറ്റ്മെന്റ് നടക്കണതുകൊണ്ട് ഫോട്ടോ അതിലാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. യൂട്യൂബിലുള്ളവർ യൂട്യൂബിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. അപ്പോൾ ഡിസ്ക് അകൽച്ച, ഡിസ്ക് തെന്നിയതാ, ഡിസ്ക് എന്താ പറയാ ചേർന്നു പോയതാ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഞരമ്പ് കുടുങ്ങിയതാ എന്നെല്ലാം പറയുന്ന ബാക്ക് പെയിനുകൾ. ഈ ബാക്ക് പെയിനുകളുടെ ഒക്കെ കാരണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ യൂട്രസിന്റെ പ്രശ്നമായിരിക്കും. സ്ത്രീകൾക്ക് പൊതുവെ യൂട്രസിന്റെ പ്രശ്നം കൊണ്ട് എന്താവാം. അതുകൊണ്ടാണ് അവര് പ്രഗ്നൻസി ടൈമിൽ നിന്നും പറയാം. പ്രഗ്നൻസി ടൈമിൽ മാത്രമാവണമെന്നൊന്നുമില്ല. പ്രഗ്നന്റ് ആയ ലേഡിക്ക് മാത്രമല്ല ബാക്ക് പെയിൻ വരാം. യൂട്രസിൽ ഇപ്പോൾ ഒരു ചെറിയ സിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ യൂട്രസിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, എങ്കില് ഇനി ഓവറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ ബാക്ക് പെയിൻ വരും. നടുവേദന എന്ന് പറഞ്ഞത് ഒരിക്കലും നടുവിന്റെ മാത്രമായിട്ട് അക്യുപങ്ചറിൽ പറയുന്നില്ല. അക്യുപങ്ചർ എന്ന് പറഞ്ഞൊരു ചൈനീസ് ചികിത്സാ സംവിധാനമാണ്. അതിന്റെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് അകന്നതാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഈ ഒരു സാധനം ഇതിന്റെ ഇടയിൽ കയറി, ഒരു കല്ലാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇരുന്നായിരുന്ന ഡിസ്ക്, ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഡിസ്ക്, ഇതിന്റെ ഇടയിൽ ഒരു കല്ല് കയറ്റി വെച്ചാൽ, ഒരു കല്ല് കയറ്റി വെച്ചതല്ല കയറി പോയതാണെങ്കിൽ പിന്നെ ഇത് എന്താവും, ഇങ്ങനെ അകന്നിരിക്കും. അപ്പൊ ഇതിന്റെ പേര് ഡിസ്ക് അകന്നതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡിസ്ക് അകന്നതാണ്, സത്യമാണ്. പക്ഷെ അവിടെ ഒരു സാധനം എന്തോ കയറി, ഫോറിൻ ബോഡി എന്തോ കയറി, അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത മോർബിഡ് ആണ് രോഗമെന്ന് സയൻസ് പറയുന്ന ഏതോ ഒരു മോർബിഡ് അവിടെ കയറി. അപ്പൊ ചിലപ്പോൾ നീർക്കെട്ടാവാം, വേറെ എന്തോ ഒരു വേസ്റ്റ് കയറി അവിടെ ഇരുന്നു. അപ്പോഴാണ് ഇത് അകന്നതെങ്കിൽ അകന്നതല്ല കംപ്ലൈന്റ്, അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇരുന്നതാണ് കംപ്ലൈന്റ്. ഞാൻ പറഞ്ഞത് പൊരുൾ പെട്ടെന്ന് മനസ്സിലാക്കിയാൽ സിമ്പിളായി, റിസ്ക് ഇല്ല. പക്ഷെ നോ സൗണ്ട്. കേൾക്കുന്നവര്, ഓഡിബിൾ ആയിട്ടുള്ളവര് എച്ച് ടൈപ്പ് ചെയ്യാം. കേൾക്കുന്നുണ്ട്. അപ്പോ കേൾക്കാത്തത് നിങ്ങളുടെ അവിടെ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു.
കേൾക്കുന്നുണ്ട്. അപ്പൊ ഡിസ്കിന്റെ ഇടയിൽ എന്തെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ ഡിസ്ക് അകലും. അപ്പൊ ഡിസ്ക് അകന്നതാണോ ശരി? ഡിസ്ക് അകന്നതാണോ എന്ന് ചോദിച്ചാൽ ഡിസ്ക് അകന്നതാണ്. പക്ഷെ അവിടുത്തെ കാരണം എന്താണ്? അവിടെ എന്തോ വേസ്റ്റ് ഇരിക്കുന്നു. ഇനി അങ്ങനെ ഡിസ്ക് അകന്നാൽ ആ ഡിസ്കിന്റെ തൊട്ടപ്പുറത്തുള്ള ഡിസ്കും ഇപ്പുറത്തുള്ള ഡിസ്കിനും എന്ത് ചെയ്യും? ഒന്ന് അടുക്കേണ്ടി വരും. അങ്ങനെ അടുത്താലും അടുത്ത് എന്ന് പറഞ്ഞാൽ പോയാൽ കൊളാപ്സ് ആയി എന്ന് പറഞ്ഞു പോയാൽ ഡിസ്ക് ഒക്കെ ഇങ്ങനെ ആകെ തേഞ്ഞു പോയി എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ വന്നാലും നന്നായിട്ട് ജാമായി പോകുന്ന അവസ്ഥയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പുറത്തുനിന്ന് അകലുമ്പോൾ മറ്റേതിനും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലേ പറ്റൂ. അപ്പൊ നമ്മളതൊന്നും പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു രോഗത്തെയും പലപ്പോഴും ജനങ്ങൾ ഭയപ്പെടുമ്പോഴാണ് അത് രോഗം വലുതായി മാറുക. പക്ഷെ ഈ രോഗം വരാനുള്ള ഒരു കാരണം ഞാൻ വഴിയെ പറയും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതൊക്കെയാണ് നിലവിൽ കാണിക്കുന്ന കുറെ സംഭവങ്ങളെങ്കിലും ഇത് വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എന്റെ വിഷയത്തിലേക്ക് ഞാൻ കയറാം. എന്റെ വിഷയം മീൻസ് പ്രാക്ടിക്കൽ സയൻസിലേക്ക് കയറാം. അപ്പോൾ ഡിസ്ക് അകന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഡിസ്ക് അടുത്തു എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഇതിന്റെ ഇടയിൽ ഞരമ്പ് കുടുങ്ങി എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം എന്താ? ഇങ്ങനെ അടുക്കുന്ന ഡിസ്കിന്റെ ഇടയിൽ ഞരമ്പ് കുടുങ്ങിയാലും ഇനി ഒന്ന് തിരിഞ്ഞു പോയിരുന്നാലും ഞരമ്പ് എന്ത് ചെയ്യും? വലിഞ്ഞിരിക്കും, പിരിഞ്ഞിരിക്കും. ഇതിന്റെ എല്ലാം കാരണം ഞരമ്പ് എന്തായാലും എല്ലാം മനുഷ്യ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഞരമ്പ് ഓടുന്നുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അപ്പൊ ആ ഞരമ്പിന് ശരീരത്തിന്റെ ഷേപ്പിൽ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് ഞരമ്പിന് വലിച്ചിലും പിരിച്ചിലൊക്കെ വരണം. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് അതിന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പറയും കണ്ണിന്റെ ഭാഗത്തേക്ക് പോകുന്ന ഞരമ്പുകൾ ദ്രവിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കാണും. സത്യത്തിൽ അത് കാണാത്തത് കൊണ്ടാണ്. സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ മുകളിൽ വേസ്റ്റ് അടിഞ്ഞു കൂടി വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് ചുരുങ്ങി പോയിട്ടുണ്ടാവും, പ്ലാക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ കാരണത്തിലേക്ക് നമുക്ക് പോയാലേ ഈ പണി നടക്കുള്ളൂ. പണി നടക്കലല്ല, നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് ബാക്ക് പെയിന്റെ കാരണം എന്തെന്ന് തിരിയാൻ ചില വൈദ്യന്മാരുടെ അടുത്ത് പോയി നല്ല ഉഴിച്ചിലൊക്കെ നടത്തും. പക്ഷെ വന്ന് ഒരു 10,000-50,000 രൂപ 60,000 രൂപ ഒക്കെ ചെലവാക്കും. ഒരു ഉഴിച്ചിലിന് എന്തായാലും ഒരു 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം റെസ്റ്റ് ചെയ്യണം. ഈ 21 ദിവസം റെസ്റ്റ് ചെയ്ത് ഒഴിഞ്ഞ് പിന്നെയും 21 ദിവസം റെസ്റ്റ് ചെയ്യണം. അങ്ങനെ 1.5 മാസമൊക്കെ റെസ്റ്റ് ചെയ്ത് ഒഴിഞ്ഞ് ആ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ അവർക്ക് മാറും, പിന്നെയും വരുന്നു. ഇതിന്റെ കാരണത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. അത് കാരണത്തിലേക്ക് പോയാല് ബാക്ക് പെയിൻ, പിന്നെ ബാക്ക് പെയിൻ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ നമുക്ക് ഇതിനി വേറെ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. 100 കൂട്ടാൻ ആദ്യമേ ചെയ്യും. എന്താ ലിമിറ്റായി? അൺലിമിറ്റഡ് ലിമിറ്റ് ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. എന്തോ ചെറിയൊരു നമ്മളെ ഗൂഗിൾ മീറ്റ് അല്ലേ, ഗൂഗിൾ മീറ്റിന്റെ സംഭവത്തിൽ 100 ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തേരെ. അൺലിമിറ്റഡ് ആണെന്നാണ് നമ്മൾ തിരിഞ്ഞിരുന്നത്. പക്ഷെ നമ്മളെ ഹോസ്റ്റിന് അൺലിമിറ്റഡ് ആണെന്ന് തിരിഞ്ഞ് പറഞ്ഞത്. പക്ഷെ 100 പേര് കൂടുതൽ ഇതിൽ പറ്റണില്ല. ഫോണാണെങ്കിൽ വേറെ ആവശ്യമുള്ള ഫോൺ വെച്ചിട്ടൊക്കെ യൂട്യൂബിലേക്ക് കണക്ട് ചെയ്തു. അപ്പോ ബാക്ക് പെയിന്റെ കാരണത്തില് ഡിസ്ക് അകലാൻ ഒരു കാരണം അതിൽ വേസ്റ്റ് അടിഞ്ഞതാണ്. അപ്പോ അടുക്കാനും കാരണം ആ വേസ്റ്റ് തന്നെയാണ്. ഞരമ്പ് കുടുങ്ങിയതും അതൊക്കെ തന്നെയാണ്. അപ്പോ ഡിസ്ക് തേഞ്ഞു പോയി, ഡിസ്ക് അകന്നു എന്നൊന്നും പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഡിസ്കിന് അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം. അതിലൊന്ന്, ഗ്യാസ് ട്രബിൾ ഉള്ള ഒരാൾക്ക് ഡിസ്കിന് പ്രശ്നം വരും. ഗ്യാസ് ട്രബിൾ ഉള്ള ഒരാൾക്ക്, അൾസർ ഉള്ള ഒരാൾക്ക് ഡിസ്കിന് പ്രോബ്ലം വരും. അൾസറൈറ്റിസ് ആയി അത് ക്യാൻസർ ആകുന്നതിന് മുമ്പ് ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച ഒരു സംഭവമാണ് നിനക്ക് ചിലപ്പോൾ ബാക്ക് പെയിൻ ആയിട്ട് എനിക്ക് കാണിച്ചു തന്നത്. അപ്പൊ ആ കാണിച്ചു തന്ന സാധനത്തെ അൾസർ ഉള്ള ഒരാള് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഉള്ള ഒരാള് ഗ്യാസ് ട്രബിൾ വളർന്ന് വേണ്ടാത്ത രോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചിലപ്പോ പെയിൻ ആയിട്ട് കാണിക്കും. വേദനകളൊന്നും രോഗമല്ല സത്യത്തില്. കിഡ്നിയിൽ ഒരു കല്ല് വന്നാല് ബാക്ക് പെയിൻ വരും. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ പെയിൻ വരില്ല. സ്റ്റോൺ പുറത്തേക്ക് പോകാൻ നേരത്താണ് പെയിൻ വരുന്നത്. ഈ ഒരു സത്യം തിരിഞ്ഞാൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ ഒരു കല്ലുണ്ടാകുന്ന സമയത്ത് പെയിൻ വരുന്നില്ല. ഇതുപോലെ ഗർഭം ഉണ്ടാകുന്ന സമയത്ത് വേദന വരുന്നില്ല. പ്രസവിക്കാൻ നേരത്താണ് പെയിൻ വരുന്നത്. അപ്പൊ പ്രസവ വേദനയെ തടയാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ പാടില്ല എന്നാണ് സത്യത്തിലുള്ള നിയമം. പ്രസവ വേദനയെ തടഞ്ഞാലോ പ്രസവിക്കില്ല. ഇപ്പൊ കിഡ്നിയിൽ ഒരു കല്ലുണ്ടെങ്കിൽ
ആ കല്ല് പുറന്തള്ളാൻ നേരത്തൊരു വരുന്ന പെയിനിനെ നമ്മൾ സഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സത്യത്തില് ആ കല്ല് പുറത്തേക്ക് പൊക്കോളും. പക്ഷെ നമ്മൾ അപ്പം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കിഡ്നിയിൽ കല്ലുണ്ട്, അത് പുറത്തേക്ക് പോകാനുള്ള ഒരു വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് പെയിൻ വരാം. അങ്ങനെ ബാക്ക് പെയിൻ വന്നാൽ അതിനെ നട്ടെല്ലിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ചികിത്സിച്ചാൽ കിഡ്നിയിലെ പ്രശ്നം മാറുമോ? എന്റെ ചെറിയ ചോദ്യങ്ങളാണ്. വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ ബാക്ക് പെയിൻ നിർത്തുകയാണ്. ബാക്ക് പെയിൻ്റെ ചെറിയൊരു ക്യാമ്പയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നട്ടെല്ലിന്റെ പ്രശ്നം ആണോ സത്യത്തിൽ അയാളുടെ കിഡ്നിയുടെ പ്രശ്നമാണോ? കിഡ്നിയുടെ പ്രശ്നമായി ഒരു കിഡ്നിയിൽ കല്ല് വന്ന ഒരാൾക്ക് അയാൾക്ക് നട്ടെല്ലാണോ ശരിയാക്കേണ്ടത്, കിഡ്നിയാണോ ശരിയാക്കേണ്ടത്? ശരിക്കും വൈദ്യൻ എന്താ ചെയ്യുന്നത്? ശരിക്കും ഇപ്പോൾ ഉള്ള വൈദ്യൻ എന്ന് പറഞ്ഞാൽ വരുന്ന രോഗികളാണ് വൈദ്യന്മാരിപ്പോൾ. അതാണ് പ്രശ്നം. വൈദ്യത്തെ എല്ലാം തിരിഞ്ഞിട്ടാ വരിക. അപ്പോ വേറൊരു ലിങ്ക് കൂടി ക്രിയേറ്റ് ചെയ്യാൻ, എന്നിട്ട് വേറൊരു ഫോൺ വെച്ചാൽ മതിയല്ലോ. യൂട്യൂബ് സെയിം ആണ്. യൂട്യൂബിൽ എത്ര വേണമെങ്കിലും കയറി പോകും. യൂട്യൂബ് ലൈവ് ഉണ്ട്, പ്രശ്നമില്ല, എത്ര പേർക്ക് വേണമെങ്കിലും കയറാം. പക്ഷെ അപ്പൊ ഇപ്പൊ വന്ന് കയറുന്നവർക്ക് കണക്ട് ചെയ്യാൻ ഗ്രൂപ്പിൽ ഇതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലേക്ക് യൂട്യൂബിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഗ്രൂപ്പിലേക്ക് യൂട്യൂബിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 100 ഉണ്ട്, അവിടെ ഒരു 40 ആളുണ്ട്, യൂട്യൂബിൽ 40 ആളുണ്ട്. അപ്പൊ പ്രശ്നമില്ല. നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ, ഓക്കെ, നമ്മളിപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, പ്രത്യേകിച്ച് കേരളീയന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, മുറിവൈദ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ രോഗി തന്നെ ഇപ്പൊ മുറിവൈദ്യനായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവൻ തന്നെ വന്നിട്ട് പറയാണ്, എനിക്ക് ഹിജാമ ചെയ്യണം, എനിക്ക് തിരുമണം, എനിക്ക് ഉഴിച്ചിൽ നടത്തണം, അല്ലെങ്കിൽ കിഴി നടത്തണം. അവനാ തീരുമാനിക്കുന്നേ അവൻ എന്ത് നടത്തണമെന്ന്. സത്യത്തിൽ അവനല്ല തീരുമാനിക്കില്ല, വൈദ്യനാ തീരുമാനിക്കില്ല. വൈദ്യത്തെ അറിയുന്നവനായിരിക്കണം വൈദ്യൻ. സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിനനുസരിച്ചിട്ടല്ല ആ വൈദ്യം നിലനിൽക്കുന്നത്. അത് സ്കാനിങ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സിസ്റ്റത്തിന് അത് വേണം. പക്ഷെ ട്രഡീഷണൽ സിസ്റ്റങ്ങളിലൊന്നും സത്യത്തിൽ അതല്ല വേണ്ടത് എന്നുള്ളത് ട്രഡീഷണൽ സിസ്റ്റങ്ങളിലേക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാം. അപ്പോ പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരത്തിലെ പഞ്ചഭൂതത്തെ ബാലൻസ് ചെയ്താൽ ശരിയാക്കൂ എന്ന് പറയുന്ന ആയുർവേദം ആയാലും സിദ്ധ ആയാലും യുനാനി ആയാലും അക്യുപഞ്ചർ ആയാലും, അപ്പൊ ബാലൻസ് ആക്കേണ്ടത് പഞ്ചഭൂതത്തെയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ 5 എനർജികളുണ്ട്. ആ എനർജിയിൽ കയറ്റിറക്കങ്ങൾ വരുമ്പോഴാണ് രോഗം വരുന്നത് എന്ന് പറയുന്ന സയൻസുകൾക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ ആ എലമെന്റുകളെ ബാലൻസ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇപ്പൊ നിലവിലെ മോഡേൺ സയൻസിന്റെ റൂട്ടിലാണ് ഞാനിപ്പോ പോകുന്നത്. എന്നിട്ട് ഞാൻ നമ്മളിലേക്ക് എത്തിക്കാന്നാണ് വിചാരിച്ചത്. അപ്പോ ഒരാൾക്ക് കിഡ്നിയിൽ കല്ലുണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ബാക്ക് പെയിൻ വരാനുള്ളൊരു കാരണം കിഡ്നിയിൽ സ്റ്റോൺ ആണെങ്കിൽ, കിഡ്നിയിൽ വേറെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരും. അപ്പൊ കിഡ്നിയിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് ബാക്ക് പെയിൻ വരുമ്പോഴും, ഇനി വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം, യൂട്രസിൽ ഒരു പ്രശ്നമുണ്ട്, യൂട്രസിൽ മുഴയുണ്ട്, യൂട്രസിന് കട്ടി കൂടുതലാണ്, അങ്ങനെ യൂട്രസ് സംബന്ധമായിട്ടുള്ള ഒരു ഡിസോർഡർ ഉള്ള ഒരാളാണ്, അപ്പോഴും ഈ ബാക്ക് പെയിൻ വരാം. പ്രോസ്റ്റേറ്റിൽ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക്, അത് പ്രായമായാലല്ലേ വരാന്ന് ചോദിക്കാം. അങ്ങനൊന്നുമില്ല, ഏത് പ്രായക്കാരനും പ്രോസ്റ്റേറ്റിന് ഡാമേജ് വന്നു തുടങ്ങാം. മൂത്രം പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ മൂത്രിച്ചാലും വീണ്ടും ഇടക്കിടക്ക് ഇറ്റിപ്പോകുന്ന അവസ്ഥ, ഇതൊക്കെ ബാക്ക് പെയിൻ വരുന്നതിന് മുമ്പേ അവനുണ്ടാവും. അപ്പൊ ആ മൂത്രം ഇറ്റിട്ട് പോകുന്ന അവസ്ഥ പ്രോസ്റ്റേറ്റിന് ഡാമേജ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാന്റെ ഒരു സൃഷ്ടിപ്പിന്റെ സെറ്റപ്പ് എന്താന്ന് വെച്ചാൽ, വലിയ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില ഇൻഫർമേഷൻസ് തരും, വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചിട്ട് യഥാർത്ഥമായ രോഗത്തെ മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എന്താക്കും, നമ്മൾ കണ്ട രോഗത്തെ മാറ്റാൻ നോക്കും. അപ്പോ അകത്തുള്ള രോഗങ്ങൾ അവിടെ കിടക്കും. അപ്പോ ഒരാൾക്ക് പ്രോസ്റ്റേറ്റിൽ ഒരു പ്രോബ്ലം വന്നു, ചെറിയ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പോലും ചിലപ്പോൾ ആ സമയത്ത് പെയിൻ വരാം. ഒരാൾക്ക് ലാർജ് ഇൻഡസ്റ്റൈൻ നന്നായിട്ട് വർക്ക് ചെയ്യണില്ല, ഇൻഡസ്റ്റൈൻ രണ്ടും, സ്മോൾ ഇൻഡസ്റ്റൈൻ ആയാലും ലാർജ് ഇൻഡസ്റ്റൈൻ ആയാലും. ലാർജ് ഇൻഡസ്റ്റൈൻ നമുക്ക് പറയാം വയറ്റിൽ നിന്ന് മര്യാദക്ക് പോകുന്നില്ല, ശോധന കറക്റ്റ് അല്ല. ശോധന കറക്റ്റ് ഇല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാകും. ഇരുന്നുള്ള ജോലിക്കാർക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇരുന്നുള്ള ജോലിക്കാർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നില്ല, ബാക്ക് പെയിൻ ഉണ്ടാകുന്നില്ലല്ലോ. ഇരുന്നാൽ മാത്രം, സിറ്റിംഗ് പോസ്റ്റർ കറക്റ്റ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു സത്യമാണെങ്കിൽ പോലും, പക്ഷെ എല്ലാ ഇരുന്നുള്ള ജോലിക്കാർക്കും ബാക്ക് പെയിൻ വരുന്നില്ല. അപ്പൊ അതിന്റെ കാരണത്തില് കുറച്ച് കാരണങ്ങളാണ് ഞാൻ വെറുതെ ഇങ്ങനെ തീണ്ടി പോകുന്നത്, ചെറുതായിട്ട് തോന്നണുള്ളൂ. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈന് പ്രശ്നം വന്നാലും ലാർജ് ഇൻഡസ്റ്റൈന് പ്രശ്നം വന്നാലും ബാക്ക് പെയിൻ വരും. കാരണം ആ നട്ടലിന്റെ നേരെ മുമ്പിൽ കിടക്കുന്ന ഈ സാധനങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് എഫക്റ്റഡ് ഏരിയ റിഫ്ലക്ട് ചെയ്യുന്നത്, ആ പെയിൻ എഫക്ട് ചെയ്യുന്നത്
നട്ടലിലേക്ക് അയക്കും. അപ്പോൾ നട്ടലിനെ താങ്ങുന്ന മസിൽസിനൊക്കെ പെയിൻ വരുമ്പോൾ നമ്മൾ നടുവിന് ഉഴിച്ചിൽ നടത്തിയാൽ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നം വരും. ആ റെസ്റ്റിന്റെ ടൈം കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം വരും. അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണെങ്കിൽ, ചെറുകുടലിന്റെ പ്രശ്നമാണെങ്കിൽ ചെറുകുടലിന്റെ പ്രശ്നം പരിഹരിക്കണം, വൻകുടലിന്റെ പ്രശ്നമാണെങ്കിൽ വൻകുടലിന്റെ പ്രശ്നം പരിഹരിക്കണം, പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ യൂട്രസിന്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കണം, കിഡ്നിയിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഓക്കെ, കിഡ്നിയിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കിഡ്നിയിലെ പ്രോബ്ലം പരിഹരിക്കുമ്പോൾ ബാക്ക് പെയിൻ മാറും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട് ഒരാൾക്ക്. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ താഴേക്ക് ഗ്യാസ് പോകുന്ന ഒരവസ്ഥയുണ്ട്, മുകളിലേക്ക് ഗ്യാസ് പോകുന്ന അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ശരീരത്തിൽ നമ്മൾ അമിതമായി കൊടുക്കുന്ന ഭക്ഷണം പോലും ദഹിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഡൈജഷൻ കറക്റ്റ് ആവാത്തൊരവസ്ഥ വന്നാൽ ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നു. ഡൈജഷൻ കറക്റ്റ് അല്ലാതെ ഇടക്കിടക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എന്താ പറയാ, വിശക്കുമ്പോഴല്ലാതെ, പ്രത്യേകിച്ച് സ്കൂളിലും മറ്റു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു 12:30 ആയിരിക്കും ലഞ്ച് ബ്രേക്ക്. ആ ലഞ്ച് ബ്രേക്കിന് അവർ പോയിട്ട് ഭക്ഷണം കഴിക്കും. അവർക്ക് വിശപ്പുണ്ടോ ഇല്ലയെന്നൊന്നും അവർ നോക്കാറില്ല. അപ്പൊ വിശപ്പിനനുസരിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവർക്ക് ബാക്ക് പെയിൻ വരാം, അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് ബാക്ക് പെയിൻ വരാം. കാരണം ഈ നട്ടലിന്റെ മുമ്പിൽ ഏതെല്ലാം ഓർഗൻസ് ഉണ്ടോ ആ ഓർഗൻസിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ ബുദ്ധിമുട്ട് ആദ്യം എഫക്ട് ചെയ്യുന്നത് നട്ടലിലാണ്. ഈ സയൻസ് പഠിച്ചാൽ, ഇതൊരു ചികിത്സകനും പഠിച്ചാൽ സത്യത്തിൽ അവന് സമാധാനമാവും. ഇപ്പൊ അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ ഒത്തിരി ഉണ്ട് എങ്കിലും പലപ്പോഴും ചില ആളുകൾ അതിനെ തെറ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നടുവേദന വന്നാൽ നടുവേദനക്ക് നീഡിൽ ചെയ്താൽ മാറും, മുട്ടുവേദന വന്നാൽ മുട്ടുവേദനക്ക് നീഡിൽ ചെയ്താൽ മാറും, കഴുത്തുവേദനക്ക് ഉള്ള പോയിന്റിൽ ചെയ്താൽ മാറും. പക്ഷെ അത് വരാനുള്ള കാരണത്തിന് ചികിത്സിക്കാതെ ആ രോഗം പൂർണ്ണമായിട്ട് മാറില്ല. ഈ ഒരു സയൻസ് സത്യത്തിൽ അറിയേണ്ടതുണ്ട്. അപ്പൊ ഒരാൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അയാൾക്ക് നടുവേദന ഉണ്ടെങ്കിൽ നടുവേദന അല്ല ആദ്യം മാറേണ്ടത്, ഗ്യാസ്ട്രിക് പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോ നമ്മൾ വയറ് മാത്രം എടുത്താൽ കൂടുതലും നമുക്ക് നട്ടെല്ലായിട്ട് വരുന്നത് L4, L5, S1. ഇതാണ് കൂടുതൽ ബാക്ക് പെയിന്റെ പ്രശ്നങ്ങളായിട്ട് പറയാം. സയാറ്റിക്ക പെയിൻ എന്ന് പറയുന്ന പെയിൻ, കാലിന്റെ ബാക്കിൽ കൂടി ഇറങ്ങുന്ന പെയിൻ. കാലിന്റെ ബാക്കിൽ കൂടി ഇറങ്ങുന്ന പെയിൻ ആണെങ്കിൽ സയാറ്റിക്ക പെയിൻ ആണെന്ന് പിന്നെ സ്കാനിങ് ഒന്നും ചെയ്യണ്ട. സ്കാൻ ചെയ്ത് നോക്കണതിന് മുമ്പേ ആ കാലിലേക്ക് ഇറങ്ങുന്ന പെയിനിനെ നോക്കിയാൽ ഏതൊരു ഡോക്ടർക്കും അറിയാം അത് സയാറ്റിക്ക പെയിൻ ആണ്. സ്കാൻ ചെയ്ത് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് L4, L5, S1 ആണ് കംപ്ലൈന്റ് എന്ന് പറയാൻ ഇതിന് വേണ്ട വലിയ മെടുക്കുന്ന ആവശ്യമില്ല. ഇനി കാലിന്റെ ഫ്രണ്ടിലൂടെ ഇറങ്ങുന്ന പെയിൻ ആണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ പെയിൻ ആണ്, അല്ലെങ്കിൽ യൂട്രസിന്റെ പെയിൻ ആണ്, സെക്ഷൽ ഓർഗൻസിന്റെ പെയിൻ ആണ്, ഓവറിയുടെ പെയിൻ ആണ് എന്നറിയാൻ അത്യാവശ്യം ഈ വൈദ്യം കൈകാര്യം ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാം. കാലിന്റെ ഫ്രണ്ടിലൂടെ ഇറങ്ങുന്ന പെയിൻ, തുടയുടെ മുമ്പിലൂടെ ഫ്രണ്ടിലൂടെ ഇറങ്ങുന്ന പെയിൻ ആണെങ്കിൽ അത് ഓവറിയുടെ അല്ലെങ്കിൽ യൂട്രസിന്റെ അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ കംപ്ലൈന്റ് കൊണ്ടുള്ള പെയിൻ ആകാനാണ് സാധ്യത. അപ്പോ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാത്തടത്തോളം നടുവിനെ മാത്രം പരിഹരിച്ചാൽ രോഗചികിത്സ എന്നുള്ളത് പൂർണ്ണാവില്ല. അതിപ്പോ അക്യുപങ്ചർ ആയാലും ആയുർവേദ ആയാലും സിദ്ധയായാലും അലോപ്പതി ആയാലും ഏത് രോഗചികിത്സയായാലും രോഗത്തിന്റെ കാരണത്തിന് ചികിത്സിക്കാതെ ലക്ഷണത്തെ മാത്രം ചികിത്സിക്കരുത് എന്ന് എല്ലാവരും വിളമ്പുമ്പോ എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. എന്താ പറയാ, റൂട്ട് കോസിനാണ് ട്രീറ്റ്മെന്റ് എന്നാ പറയാ. പക്ഷെ റൂട്ട് കോസ് എന്ത് എന്ന് കണ്ടുപിടിക്കാതെ നട്ടെല്ലിന്റെ വിഷയത്തിന് മാത്രം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ നടുവേദന പൂർണ്ണമായി മാറുക? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്, പ്രത്യേകിച്ച് IT മേഖലയിൽ. നമുക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് IT മേഖലയിൽ നിന്ന് വരുന്നു. അതും 20 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ആളുകൾ, ചെറുപ്പക്കാർ. നേരത്തെ 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ഉണ്ടായിരുന്ന ബാക്ക് പെയിൻ ഇപ്പോ ചെറുപ്പക്കാരിലേക്ക് വന്നിരിക്കുന്നു. ഇരുന്നിട്ടുള്ള ജോലിയാണെന്നാ പറയാ. പക്ഷെ ലാക്ക് ഓഫ് എക്സസൈസിന്റെ കുറവ് അത് ആരും ചർച്ച ചെയ്യുന്നില്ല. ശരീരം എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവം. വെറുതെ ഇരിക്കുന്ന ശരീരത്തിലേക്ക് കൊടുക്കുന്ന കലോറി, തിന്നുന്നതിന്റെ അളവൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ കാരണന്മാരൊക്കെ തിന്നത് 4 നേരവും 3 നേരവും ഒക്കെ തിന്നതല്ലേ? കപ്പയും പൊട്ടിയും തിന്നതല്ലേ? ചോറും ചാളയും തിന്നതല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കണേ. ചോറും ചാളയും അവർ തിന്നിരുന്നു, കപ്പയും ചമ്മന്തി അവർ തിന്നിരുന്നു, കപ്പ ഇറച്ചി അവർ തിന്നിരുന്നു. പക്ഷെ അവർ നന്നായിട്ട് പണിയെടുത്തിരുന്നു, വെയിൽ കൊണ്ടിരുന്നു, മണ്ണിൽ ചവിട്ടി പണിയെടുത്തവരായിരുന്നു പലരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ബോഡി വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവന് ഫുഡ് ഉള്ളിലേക്ക് കയറുന്നതിന് കുഴപ്പമില്ല. സാധാരണ അധികം പണിയൊന്നും ഇല്ലാതെ AC വെറുതെ ഇരുന്ന് അധികം പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾ അധികമായിട്ട് ഫുഡ് അടിച്ചാല്
ഇപ്പൊ തന്നെ നമുക്കറിയാം, നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാല് ആ ബിരിയാണി കഴിച്ചാൽ എത്ര ദാഹം ഉണ്ടാവും നമുക്ക്. ദാഹത്തിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. നമ്മൾ എന്തോരം വെള്ളം കുടിക്കുക, നമ്മൾ എത്രമാത്രം ഭക്ഷണം അകത്തേക്ക് കയറുന്നു അതിനനുസരിച്ചിട്ട് ദാഹവും പരവേശവും കൂടുന്നു, വിശപ്പും കൂടുന്ന അവസ്ഥയാണ് പലപ്പോഴും. എന്ന് പറഞ്ഞാല് തിന്നത് എന്തോ പോരാതെ വന്നിട്ട് വേറെ എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന അവസ്ഥ. അപ്പൊ നമ്മുടെ വിശപ്പിനനുസരിച്ച് നമ്മളൊന്ന് തിന്ന് പിടിച്ചാൽ തന്നെ, ഡൈജഷൻ കറക്റ്റ് ആയാൽ തന്നെ, ലാർജ് ഇൻഡസ്ട്രിയിലും സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നും മലം മര്യാദക്ക് പോകാവുന്ന രീതിയിലേക്ക് ആയാൽ തന്നെ സ്മോൾ ഇൻഡസ്ട്രിയിൽ നടക്കേണ്ടുന്ന പ്രവൃത്തികൾ നടക്കുകയും ശരീരത്തിന് വേണ്ടുന്ന ഊർജം അതിൽ നിന്ന് സ്പ്ലീനിലേക്ക് സ്മോൾ ഇൻഡസ്ട്രിയിൽ സപ്ലൈ ചെയ്യാനും പറ്റിയാൽ ബ്ലഡിൽ നല്ല എനർജിയുള്ള സാധനങ്ങൾ ഉണ്ടാവും. എങ്കിൽ ഈ ബാക്ക് പെയിൻ നമുക്ക് മാറ്റാൻ കഴിയും. സത്യത്തില് ഇപ്പൊ പറയുന്ന കുറെ വിഷയങ്ങൾ ബാക്ക് പെയിൻ മാറാൻ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബാക്ക് പെയിൻ മാറാൻ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ മാറും. ട്രീറ്റ്മെന്റ് എടുത്താൽ മാറി വീണ്ടും വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞത് പോലും സത്യത്തിൽ ബാക്ക് പെയിൻ എന്നുള്ള സാധാരണ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദന വന്നാൽ, ഇപ്പൊ ആ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു തലവേദനയാണ്. തലവേദനക്ക് എന്ത് ചെയ്യണം? 6,500 പേർക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കലാണ് നമ്മുടെ സ്ഥിരം പണി. അപ്പോ അതുപയോഗിച്ച് വേദനകളെ സഡേറ്റ് ചെയ്യുന്നതിന് പകരം എനർജി വെച്ചിട്ട് ഈ പറഞ്ഞ വേദനകളെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു എമർജൻസി ഘട്ടം വന്നാൽ, ഇങ്ങനെയുള്ള ചികിത്സകളായിട്ട് ഇരുന്നാൽ എമർജൻസി ഘട്ടം വന്നാൽ ഇത് നടക്കുമോ എന്ന് ചോദിക്കുന്ന പലരുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ വെബിനാർ സംഘടിപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡിൽ അവിടെ ഇരിക്കുന്ന ആളെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വെറുതെ വീമ്പളക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ വീമ്പളക്കണതല്ല, അത് ലൈവ് കാണിക്കാൻ കഴിയും. ഒരു അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് കൂട്ടരുത്. പകരം ഈ ഒരു ചികിത്സയെ വേൾഡിലേക്ക് വിടണം, അതിൽ ലോകം അറിയണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഇത് എൻവൈൽ ഹീലിംഗ് എന്ന് നമ്മൾ പേരിട്ടേക്കുന്നത് തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ മാസ്റ്റേഴ്സ് എല്ലാം പവർഫുൾ ആയതുകൊണ്ട് ഡോക്ടർ ഫസൽ റഹ്മാൻ സാർ ഉൾപ്പെടെ, ഡോക്ടർ പാക്ജു സാർ ഉൾപ്പെടെ ഒത്തിരി അക്യുപഞ്ചർ മേഖലയിലുള്ള ഒത്തിരി മാസ്റ്റേഴ്സിന്റെ കരുണ ഉള്ളത് കൊണ്ട്, അവരുടെ കണക്ഷൻ ഉള്ളത് കൊണ്ട് കിട്ടിയ കുറെ സാധനങ്ങൾ തന്നെയാണ്. ഇത് കണ്ടെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അക്യുപഞ്ചറിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറെ രഹസ്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത അതിന്റെ ഫൗണ്ടർ ഞാനാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. കാരണം ലോകത്തുള്ള ഏതൊരു മനുഷ്യനിലും പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരത്തിലെ 5 ഭൂതങ്ങളിൽ ഏതെങ്കിലും ഒരു ഭൂതത്തിന്, ഭൂതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മറ്റേ ഭൂതത്തെ ഓർക്കരുത്, പ്രേതം ഭൂതം, ആ ഭൂതമല്ല. അലാവുദ്ദീനും അത്ഭുത വിളക്കിലെ ഭൂതത്തെ നിങ്ങൾ ഓർത്താൽ മതി. അലാവുദ്ദീൻ എന്റെ കയ്യിലൊരു വിളക്കുണ്ട്, ആ വിളക്കിൽ ഇങ്ങനെ ഉരസിയാല് ഭൂതം വരും. ആ അലാവുദ്ദീൻ ചോദിക്കുന്നത് എന്തും കൊടുക്കും എന്ന് പറഞ്ഞ പോലെ എന്റെ കയ്യിലൊരു വിളക്കുണ്ട്, ആ വിളക്കിന്റെ പേരാണ് 5 എലമെന്റ്. 5 ഭൂതങ്ങളെ, പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. അത് മറ്റേ ഭൂതമല്ല, കുട്ടിച്ചാത്തനും സേവയും ചിന്നും സംഭവമൊന്നുമല്ല. ചികിത്സാ മേഖലയിൽ ആയുർവേദവും സിദ്ധയും യുനാനിയും ഒക്കെ പറയുന്ന, അക്യുപഞ്ചർ എല്ലാം പറയുന്ന ഒരു സിസ്റ്റമാണ് പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്യാന്നുള്ളത്. അത് ആ 5 ഭൂതങ്ങളെ ബാലൻസ് ചെയ്യാൻ ആയുർവേദം ഹെർബൽസ് ആണ് ഉപയോഗിക്കുന്നത്, ഇലകളാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ഓരോ മേഖലകളും അവരുടേതായിട്ടുള്ള സിസ്റ്റങ്ങളാണ് ഉപയോഗിക്കുന്നത്. അക്യുപങ്ചറിൽ എനർജി വെച്ചിട്ടാണ് അതിനെ ബാലൻസ് ചെയ്യുന്നത്. അതിൽ സൂചിയാണ് പൊതുവിൽ ഉപയോഗിക്കുക. പൊതുവിലെ ആളുകൾ സൂചിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അക്യുപങ്ചർ സൂചി കുത്തലല്ല. പൊതുവിൽ ജനത്തിന്, ഇതിലിപ്പോ അക്യുപഞ്ചറിസ്റ്റുകൾ കയറിയിട്ടുണ്ടെങ്കിൽ സോറി, നിങ്ങളെ മോശമാക്കിയതല്ല. അക്യുപഞ്ചർ സൂചി കുത്തലാണോ എന്ന് വെച്ചാൽ സൂചി കുത്തലാണ്. പക്ഷെ അക്യുപഞ്ചർ 8,000 വർഷം പഴക്കമുള്ളതാണ്, അല്ലെങ്കിൽ 5,000 വർഷം പഴക്കമുള്ളതാണെന്ന് എന്റെ ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ സൂചി കുത്ത് അക്യുപഞ്ചർ ആവണമെന്നില്ല. കാരണം സൂചി കുത്തലല്ലോ, കാരണം സൂചി അന്നില്ല, ആ കാലഘട്ടത്തിൽ സൂചിയില്ല. പിന്നെ അവര് മുള്ളു വെച്ചിട്ട്, എല്ല് വെച്ചിട്ട്, കല്ല് വെച്ചിട്ട് കുത്തി എന്ന് പറഞ്ഞാല് ഈ പറയപ്പെട്ട ചെറിയ ചെറിയ പോയിന്റ്സിൽ എല്ലൊക്കെ കൂർപ്പിച്ചിട്ട്, കല്ലൊക്കെ കൂർപ്പിച്ചിട്ട് എത്രമാത്രം കുത്താൻ പറ്റൂ എന്നുള്ളത്, അത് 361 പോയിന്റ് വൺ സൈഡും 361 പോയിന്റ് ഇപ്പുറത്തെ സൈഡും ഉണ്ടെന്ന് പറയുന്ന ആ പോയിന്റ്സിലൊക്കെ കുത്തുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ഉള്ളതാണ്. പക്ഷെ അവിടെ 5,000 വർഷം പഴക്കമുള്ള ഈ ചികിത്സയിൽ വേറെ മറ്റു പല രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ രഹസ്യങ്ങൾ കൈമാറ്റത്തിൽ കുറെ കുറവുകൾ വന്നപ്പോൾ മെറ്റീരിയലിലേക്ക് ചുരുങ്ങി. ഇന്ന് അക്യുപഞ്ചർ എന്ന് കേട്ടാൽ സൂചി എന്നാണ്
പൊതുവിൽ ജനവും അക്യുപഞ്ചറിസ്റ്റുകളും വിശ്വസിക്കുന്നത്. സത്യത്തില് മെറ്റൽ യുഗം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായെന്ന്, പ്രത്യേകിച്ച് ചൈനയിൽ മെറ്റൽ യുഗം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായെന്ന് നോക്കുമ്പോൾ തന്നെ അക്യുപഞ്ചർ സൂചിയാണോ എന്നുള്ളതിന് ഉത്തരം വരും. പിന്നെ മോഡേൺ അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ കറണ്ടിൽ വെച്ചിട്ട് സ്റ്റിമുലേഷൻ ആണെന്ന് പറയും. അത് മോഡേൺ അക്യുപഞ്ചർ ആണ്. അപ്പൊ ഒറിജിനൽ അക്യുപഞ്ചർ അല്ല, വേറെ എന്തോ ആണ്. ഇനി ആ മോഡേൺ അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ മോഡേൺ അക്യുപഞ്ചറിൽ കറണ്ടാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ സത്യത്തിൽ യഥാർത്ഥമായ അക്യുപഞ്ചറിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് പോസിറ്റീവ് എനർജിയാണ്. വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ആ പ്രാണശക്തി എന്ന് ഇന്ത്യൻ സിസ്റ്റത്തിൽ പറയുന്ന ആ പ്രാണനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളെയാണ് ഹീലർ എന്ന് അക്യുപഞ്ചറിൽ പൊതുവിൽ പറയാം. അവന് ഹീലർ ആകുക എന്നുള്ളത്. ഹീലർ ആകുക എന്ന് പറഞ്ഞാൽ കുറെ പഠിച്ചാൽ ഒന്നും ഹീലർ ആവണമെന്നൊന്നുമില്ല. അക്യുപഞ്ചർ കുറെ നാൾ പഠിച്ചിട്ടുണ്ട്. അവർ ഹീലർ ആവണമെന്ന് എല്ലാവരും ഹീലർ ആവണമെന്നില്ല. ഇനി അക്യുപഞ്ചർ പഠിപ്പിക്കുന്ന ആളാണ്, വലിയ അക്യുപഞ്ചർ പഠിപ്പിക്കുന്ന വലിയ ആളാണ്, എന്നാൽ അവർ ഹീലർ ആവണമെന്നില്ല. ഹീലർ എന്ന് പറഞ്ഞാൽ വേറെ തലമാണ്. ഹീലർ ആവണം, അതിന്റെ അർത്ഥം വേറെയാണ്. അത് നമുക്ക് അക്യുപഞ്ചറൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ആ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയാം. അപ്പോ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ഒരു കലയെ ആ കലയിലെ എനർജി വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് എൻ്റെ ചികിത്സാ മേഖലയിൽ തെളിയിച്ചതാണ്. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും രാത്രി 9 മണിക്കുള്ള ചികിത്സയിൽ ഒരു 100-150 പേഷ്യൻസ് എനിക്കുണ്ട്. അതിന് പകലും 2 നേരങ്ങളിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഹീലിംഗ് നടക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ ഫോട്ടോ അയച്ചെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. എന്നെ നേരിട്ട് കാണാത്ത ഒത്തിരി പേഷ്യൻസ് ഇപ്പോഴും ഉണ്ട്. ബ്രെയിൻ ട്യൂമർ ഉൾപ്പെടെ മാറിയ ഒത്തിരി ആളുകളുണ്ട്. ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ, തന്നെ വാൽവ് മാറ്റി വെക്കാൻ പറഞ്ഞ, ഹാർട്ടിന്റെ വാൽവ് മാറ്റി വെക്കാൻ പറഞ്ഞ ആളുകൾ ഇത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിസൾട്ടുകളുണ്ട്. ഇതൊന്നും വിടുവായത്തിലൊന്നും അല്ല, ഇത് റിസൾട്ട് ഉള്ളവരുണ്ട്. ഇതെന്തായാലും ഇതിൽ കയറിയേക്കുന്ന ആളുകളിൽ കുറെ പേര് എന്നെ അറിയുന്നവരുണ്ടാവും, അവർക്കും ഇത് എന്തായാലും അറിയാൻ കഴിയും. അപ്പൊ എന്തായാലും അക്യുപഞ്ചറിന്റെ ഒരു ഉയർന്ന തലമായി നമ്മൾ കാണുന്ന, ഇപ്പൊ ഡോക്ടർ ഫസൽ റഹ്മാൻ സാറ് ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഫസൽ റഹ്മാൻ സാറ്, അദ്ദേഹം അവസാന കാലങ്ങളിലെല്ലാം ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റമാണ്. ഫെയ്ത്ത് ഹീലിംഗ് എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റം ആയിട്ട് പൊതുവിൽ അക്യുപഞ്ചറിസ്റ്റുകളൊന്നും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടാവില്ല. കാരണം അത് ചില പുസ്തകത്താളിൽ നിന്ന് തിരിഞ്ഞ ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ബോധ്യം വരാത്തതുകൊണ്ട് ഇന്ത്യൻ അക്യുപഞ്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫസൽ റഹ്മാൻ സാറിനെ പല അക്യുപഞ്ചറിസ്റ്റുകളും അവസാന കാലഘട്ടത്തിലെ ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സാ സംവിധാനത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്റെയും കുറച്ച് അവസ്ഥകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ, കുട്ടിച്ചാത്തനാണോ നിന്റെ കൂടെ ഉള്ളത്, അതല്ല ജിന്നാണോ ഉള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, രോഗചികിത്സയില് ദൈവം തമ്പുരാനാണ് സത്യത്തിൽ രോഗം മാറ്റണേന്നാണ് പൊതുവിൽ മതവിശ്വാസം ഇല്ലാത്തവരോട് അല്ല ഞാനാ പറഞ്ഞത്, സോറി, ഞാനൊരു മതവിശ്വാസി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്. മതങ്ങളുടെ എല്ലാത്തിന്റെയും ഒരു റൂട്ടിൽ പറയുമ്പോൾ ദൈവമാണ് എല്ലാ രോഗം മാറ്റണേന്ന് പറയുമ്പോൾ സാത്താന്റെ പണി അതല്ല. സാത്താൻ മനുഷ്യനെ ഇടങ്ങേറാക്കലാണല്ലോ. അപ്പൊ എന്റെ കൂടെ സാത്താൻ ഉണ്ടോന്ന് ചോദിക്കണവരോട് സോറി, അങ്ങനെയല്ല ഇത് എന്ന് മനസ്സിലാക്കാൻ അത്രയും മാത്രം കേട്ടാൽ മതി. സാത്താന്റെ പണിയല്ല രോഗം ശമിപ്പിക്കല്, ദൈവത്തിന്റെ പണിയാണ്. അപ്പൊ ദൈവം ഓരോരുത്തരുടെ റൂട്ടിലൂടെ ഹീലർ ആകുക എന്നുള്ള സാധനത്തിലേക്ക് എത്തുക എന്നുള്ളത് വേറെ റൂട്ട്. അത് അതിന്റെ തലത്തിലേക്ക്, അക്യുപഞ്ചറിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നവർക്കെല്ലാം പ്രകൃതി അതിന് വഴി ഒപ്പിച്ചു തരാറുണ്ട് എന്നുള്ള വലിയൊരു സത്യം ഇന്ന് കേരളത്തിൽ ഈ ഒരു ഹീലിംഗ് സിസ്റ്റം ഞാൻ ചെയ്യുമ്പോൾ മറ്റാരും ചെയ്യുന്നില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ആരെങ്കിലും ചെയ്യണുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കേരളത്തിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ 100 ആളായാലും 500 ആളായാലും അവരുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബാക്ക് പെയിൻ, നെക്ക് പെയിനിന്റെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും തൈറോയിഡിന്റെ ഇഷ്യൂ ഉള്ളവർക്ക് നെക്ക് പെയിൻ ഉണ്ടാവും. തൈറോയിഡിൽ പ്രശ്നം, ഗ്ലാൻഡുകളുടെ പ്രശ്നം, ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉള്ളവർക്ക്, എൻഡോക്രൈൻ സിസ്റ്റായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ പലപ്പോഴും നെക്ക് പെയിൻ ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പോ ഏതെങ്കിലും ഇപ്പോൾ തൈറോയിഡിന്റെ പ്രശ്നമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ പീനൽ ഗ്ലാൻഡിന് പ്രശ്നമുള്ളവർക്ക്, ഹൈപ്പോതലാമസിന് പ്രശ്നമുള്ളവർക്കൊക്കെ എൻഡോക്രൈൻ സിസ്റ്റായിട്ട് ബന്ധപ്പെട്ട പലതിനും നെക്ക് പെയിനും ബാക്ക് പെയിനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും കഴുത്തിനിട്ട് തിരുമ്മിയതുകൊണ്ടോ നടുവിനിട്ട് ഉഴിച്ചിൽ നടത്തിയതുകൊണ്ടോ മാത്രം ആ രോഗം പൂർണ്ണമായിട്ട് മാറൂല എന്നുള്ളൊരു സത്യം നിങ്ങളെ കുറച്ച് സമയം കൊണ്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്.
അപ്പൊ അതിന്റെ രോഗശമനത്തിന് നമ്മൾ ചികിത്സ നടത്തുന്നുണ്ട്. എന്റെ ചികിത്സയെ ഞാൻ വലുതായിട്ടൊന്നും വലിയ എന്താ പറയാ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചികിത്സിച്ചിട്ട് സുഖപ്പെട്ടില്ലെങ്കിൽ ഫീസ് അടക്കണ്ട. ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് തൃപ്തികരമെങ്കിൽ ഫീസ് അടച്ചാൽ മതി. അപ്പോ തൃപ്തികരമെങ്കിൽ ഫീസ് അടച്ചാൽ മതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കുള്ള ഒരു ഓഫർ അല്ല ഇത്. ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഓഫർ അല്ല ഇത്. തൃപ്തികരമാണെന്ന് തിരിഞ്ഞ ആളുകൾ പിന്നെ അവർ ഫീസ് അടക്കാതിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ചികിത്സിച്ചിട്ട് 1, 2, 3, 4, 5 ദിവസം വരെ ഞാൻ സാധനം തരും. കണ്ട, ചിലവരൊക്കെ ചിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷവും. ഫീസ് തരണ്ടെന്നാണോ പറഞ്ഞത്? ഒരിക്കലും അല്ല. ഫീസ് തരാതിരിക്കാനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് കാശിന് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പൊ ഫീസ് തരാതിരിക്കാനൊന്നും അല്ല. പക്ഷെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ ഫണ്ട് എനിക്ക് വേണ്ട എന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ചികിത്സയെ അത്ര എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോ 5 ദിവസം വരെ അവർക്ക് നമ്മൾ സമയം കൊടുക്കും. 5 ദിവസം കൊണ്ടും റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ നിർത്തിക്കൊള്ളാൻ പറയും. കാരണം നിർത്തിക്കൊള്ളാൻ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും നിർത്തിക്കൊള്ളാൻ പറയലല്ല. പൊതുവില് ആ 5 ദിവസം കൊണ്ട് അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവർക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നടുവേദന ഉള്ള ഒരാൾക്ക് കുറെ കാലങ്ങളായിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ ഞാനിപ്പോ ഡെമോ കാണിക്കാൻ പോണത് അതല്ല, നിങ്ങളുടെ വേദന ഞാൻ മാറ്റി കാണിക്കും. ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ 100 പേരെയും ചിലപ്പോൾ എനിക്ക് ഫുൾ റിസൾട്ട് കാണിക്കണമെന്നില്ല. ഒരു 100 പേർക്ക് വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു 2, 3, 4, 5 മിനിറ്റ് എടുക്കുള്ളൂ. ഈ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വേദന മാറ്റി ഇവിടുന്ന് കാണിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കാണുന്ന ടൈമും സംഭവമൊക്കെ വേണം. ഒരു കാര്യം ചെയ്യാം, ടൈം അധികം ആക്കണ്ട. നിങ്ങളുടെ ഫോട്ടോ ഇപ്പൊ വേദനകളുള്ളവര് ഗൾഫിൽ ക്യാമ്പിൽ ആണ്, ഇവിടെ AC ബെഡിൽ കിടന്നിട്ട് ഒന്നും കുഴപ്പമില്ലാന്ന്. ബെഡിലൊന്നും കിടന്നിട്ട് കുഴപ്പമില്ല. ബെഡ് ഈ സ്പ്രിംഗ് ഉള്ള ബെഡിലൊക്കെ കിടക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നാലും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്ത് നോക്കുക, അപ്പൊ മനസ്സിലാവുന്നേ. പല കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ആ കാരണങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറുകയാണെങ്കിലോ അപ്പൊ അതല്ല എളുപ്പം. അപ്പൊ ആ ബെഡ് ഉപയോഗിക്കാൻ പറ്റൂലേ? പിന്നെ ബെഡ് ഉപയോഗിക്കുമ്പോൾ നല്ല ബെഡ് ഉപയോഗിക്കുക എന്നുള്ളത് സത്യമാണ്. എന്താ പറയാ, ചൂട് കൂടുതലുള്ള ചില ഫോമുകളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ അതിന്റെ മുകളിൽ നല്ല ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ നല്ല തുണികളൊക്കെ, കോട്ടൺ തുണികളൊക്കെ വിരിച്ചിട്ട് കിടക്കാം. അപ്പൊ അതവിടെ നമുക്ക് നിൽക്കട്ടെ. ഞാനിപ്പോ ഒരു ഡെമോക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാനിപ്പോ ഇൻഫോം ചെയ്യാണ്. എന്റെ നമ്പർ ഒന്ന് നിങ്ങൾ എഴുതി വെക്കാം. ആ നമ്പറിലേക്ക് വിട്ടാൽ പോരെ. 830 ടൈപ്പ് ചെയ്യണം. നമ്മളുടെ നമ്പർ, ആ നമ്പർ ഞാനിപ്പോ ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഫോട്ടോ അയച്ചാല്, നിങ്ങളുടെ ഫോട്ടോ വേറൊരാളെ കൊണ്ട് എടുപ്പിച്ചാൽ നന്നായി. കണ്ണടച്ചിരുന്നിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. കൈ മലർത്തി വെച്ചിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഭിക്ഷക്കൊക്കെ വരുന്ന ആളുകൾ ഇങ്ങനെയല്ലല്ലോ ചോദിക്കുക എന്ന് പറഞ്ഞ പോലെ കൈ മടിയിൽ മലർത്തി വെച്ചിട്ട് കണ്ണടച്ചിരുന്നിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാം. ബാക്ക് പെയിൻ ഇപ്പോഴുള്ളവരായിരിക്കണം. എല്ലാവർക്കും അല്ല ഇത് ഡെമോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്. ഈ ചികിത്സയെ അറിയില്ലാത്തവർക്ക് റൈറ്റ് ഷോൾഡർ പെയിൻ ആണ് ഫോട്ടോ അയച്ചോട്ടെ. പക്ഷെ നമ്മളിപ്പോ ബാക്ക് പെയിൻ ആണ് വിഷ്ണു ചെയ്യുന്നത്. എന്നാലും നിങ്ങൾ ഫോട്ടോ അയച്ചോ. പക്ഷെ ഞാൻ ചെയ്തോളാം. ഷോൾഡർ പെയിൻ ആണെന്നൊന്നും പറയണ്ട, നിങ്ങൾ ഫോട്ടോ അയച്ചാൽ മതി. തൽക്കാലം ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ബാക്ക് പെയിൻകാർക്കാണ്. എന്നാലും റൈറ്റ് ഷോൾഡർ സെർവിക്കലായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ മാറിക്കോളും വിഷ്ണു. എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ പ്രശ്നങ്ങൾ ആണെങ്കിൽ മാറിക്കോളും. കഴുത്തിന്റെ പ്രശ്നം കൊണ്ടാണ്, കഴുത്തിന്റെ ഡിസ്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ റൈറ്റ് ഷോൾഡറിന് പെയിൻ വരും. അതുകൊണ്ടാണെങ്കിൽ ഇപ്പൊ വേദന ഉണ്ടാവണം. ഞാൻ എന്റെ നമ്പർ വിട്ടിട്ടുണ്ട്, 830-108-5091. 830-108-5091 എന്റെ നമ്പർ വിട്ടിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഫോട്ടോ അയക്കാം. ജിനീഷ് കുറെ നേരമായി തലവേദനക്ക് നോക്കുമെന്ന് ചോദിക്കുന്നു. തലവേദനക്ക് ജിനീഷ് വിട്ടാളി മലപ്പുറംകാരുടെ ഭാഷയില് അല്ലേ? ഓക്കെ, തലവേദനക്ക് ഫോട്ടോ അയച്ചോ. പക്ഷെ ഇനിയിങ്ങനെ ഓരോരുത്തരും ഓരോന്നും ചോദിക്കാതിരിക്കുക. എന്തായാലും ഫോട്ടോ അയച്ചോ, കുഴപ്പമില്ല. തലവേദനക്ക് ഫോട്ടോ അയച്ചോ. ഷോൾഡർ പെയിന് വിഷ്ണു ഫോട്ടോ അയച്ചോളൂ. ബാക്ക് പെയിൻ ഉള്ളവര്, നെക്ക് പെയിൻ ഉള്ളവര് ഇപ്പൊ പ്രസന്റ്ലി വേദന ഉണ്ടാവണം. നിങ്ങൾ നടക്കുമ്പോഴാണ് വേദന അറിയുള്ളൂ, ഇരുന്ന് നോക്കിയാലേ വേദന അറിയാവുള്ളൂ, പിന്നെ കുറച്ച് വെയിറ്റ് എടുത്ത് നോക്കിയാലേ, യാത്ര ചെയ്താലേ വേദന അറിയുള്ളൂ എന്നുള്ളവരൊന്നും ഇപ്പൊ ഡെമോയിലേക്ക് നോക്കണമെന്നില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പോ ഇതൊന്ന് പരീക്ഷിക്കണം, നടക്കുമ്പോഴാണ് വേദന അറിയണേ എന്നുള്ളവരും വിട്ടോ.
പക്ഷെ അപ്പോൾ നടന്നു നോക്കിയാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഇപ്പോ വേദന ഉള്ളവരൊക്കെ ഒറ്റക്കാണ് സെൽഫി എടുക്കാനേ പറ്റുള്ളൂ. കുഴപ്പമില്ല, സെൽഫി എടുക്കുമ്പോൾ കണ്ണടച്ചിട്ട് എടുക്കണം. കുറച്ച് ഇത്രയും ഭാഗമെങ്കിലും കാണണം. ഈ നെക്ക് കഴിഞ്ഞിട്ട് മിഡിൽ ഡയഫ്രം വരെയെങ്കിലും നമുക്ക് ആളെ കാണണം സെൽഫി എടുക്കുമ്പോൾ. ഓക്കെ. അപ്പൊ ബാക്ക് പെയിൻ വരാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അതില് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം കൊണ്ടോ യൂട്രസിന്റെ പ്രശ്നം കൊണ്ടോ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ പ്രശ്നം കൊണ്ടോ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഓർഗൻസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പോലും മുതുകുവേദന വരും. അത് വേറെ. അത് എന്ന് പറഞ്ഞാല് ഫ്രണ്ടിലിരിക്കുന്ന ഏതൊരു ഓർഗൻസിന് പ്രശ്നം വന്നാലും നട്ടലിന് പ്രശ്നം വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാൽമുട്ട് വേദന കാരണം മുട്ടിന്റെ പിറകിൽ മസിൽ വേദനയുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു നടുവേദനയുടെ ക്യാമ്പയിനാണ്. അപ്പൊ നടുവേദനക്ക് ഫ്രീ ആയിട്ട് ഞാനിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളവർ വിട്ടോളൂ. നടുവായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് മാറി. നടുവായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവും. ഫോട്ടോ വിട്ടോളൂ. ഫോട്ടോ പറഞ്ഞ വരുന്ന ഫോട്ടോസിൽ ബാക്ക് പെയിൻ ഉള്ളവരായിരിക്കണം, ഇപ്പോൾ ഉള്ളവരായിരിക്കണം. എന്നാലാണല്ലോ നമുക്ക് ഡെമോ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉള്ളവർക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത്. ഇത്രയും ആൾക്കോ വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം സെറ്റാക്കി കണക്ട് ചെയ്തു. അതിലേക്ക് സാലഡിലേക്ക് സാലാഡോട് മെസ്സേജ് ചെയ്തു ഇങ്ങോട്ട് വരാൻ പറയും. ഫോണായിട്ട് ഉമ്മറിനെ വിട്ടോളാൻ പറയും. നമ്പർ 830-830-108 108 830-108 50-50-91-91. ആ നമ്പറിലേക്ക് ഇപ്പോൾ ഫോട്ടോ അയക്കാം. ട്രീറ്റ്മെന്റിന്റെ ടൈം ആവുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഇരുന്നാൽ മതി. അതുവരെ നമ്മളെ ക്ലാസ് കേൾക്കാം. അപ്പോൾ തൽക്കാലം നമ്മുടെ കളക്ഷൻ നടക്കട്ടെ. കുറേ ആളുകളുടെ ഫോട്ടോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ കണ്ടാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ചികിത്സയുടെ പ്രത്യേകത. ഞാനിപ്പോൾ കണ്ണൂര് ബുധനാഴ്ച വരുന്നുണ്ട്. വരുന്ന ബുധനാഴ്ച കണ്ണൂര് വരുന്നുണ്ട്. കോഴിക്കോട്, ഷൊർണൂർ നമ്മൾ വരാറുണ്ട്. ഇപ്രാവശ്യം കോഴിക്കോടേക്ക് വരുന്നില്ല. ഷൊർണൂർ ബുധനാഴ്ച വരുന്നുണ്ട്. ബുധനാഴ്ച തന്നെ കണ്ണൂർ വരുന്നുണ്ട്. വ്യാഴാഴ്ച ഓച്ചർ വരുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ 30 അപ്പോൾ ട്രീറ്റ്മെന്റ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. പുതിയ ആളുകളോട് ഞാനൊന്ന് പറയാണ്. അപ്പോൾ ഈ ചികിത്സയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഹോസ്പിറ്റലിൽ വരാതെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയും. മരുന്ന് കുടിക്കാതെ ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയും. നിങ്ങളെ തൊടാതെ നിങ്ങളുടെ ശരീരത്തിൽ ട്രീറ്റ്മെന്റ് നടത്താൻ കഴിയും എന്നുള്ള വലിയൊരു സത്യം, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ബാധ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ചില ആളുകള് ഇങ്ങനെ ഫോട്ടോ വന്നപ്പോ ഞാൻ പറഞ്ഞു പോയതാണ്. ഭിക്ഷയ്ക്ക് വരുന്ന ആളുകൾ ഇങ്ങനെ കാണിക്കും എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ ഇരിക്കണ പോലെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൈ മടിയിൽ വെക്കാനാണ് പറഞ്ഞത്. കൈ മടിയിൽ വെക്കാൻ പറയുമ്പോൾ കൈ ഇരിക്കേണ്ട പൊസിഷൻ ഞാൻ പറഞ്ഞുള്ളൂ, ഇങ്ങനെ ഇരിക്കാൻ. അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കരുത്, കൈ മടിയിൽ വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് ഉദ്ദേശിച്ചത്. ഫോട്ടോ കുഴപ്പമില്ല. ഇനി ഫോട്ടോ രണ്ടാമത് വിടണമെന്നില്ല. അവരെന്ത് ചെയ്താൽ മതി, ഇരിക്കുമ്പോൾ കൈ മടിയിൽ വെച്ചിട്ട് ഇരിക്കണം. നല്ല ബെൽറ്റൊക്കെ നല്ല ടൈറ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ ആ ബെൽറ്റ് ഒന്ന് ലൂസ് ചെയ്യണം. കാല് തറയിൽ ടച്ച് ചെയ്യണം. നിങ്ങളുടെ കാല് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അതിന്റെ അവിടെ കാല് നിലത്ത് ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കണം. ഇനി കാല് എത്തൂലാത്ത ആളുകളാണ് എങ്കിൽ അത് കഷ്ടപ്പെട്ട് എത്തിക്കണ്ട. കട്ടിലാണ് ഇരിക്കണമെങ്കിൽ കട്ടിലിൽ ചാരി ഇരിക്കാവുന്ന രീതിയിൽ, സ്വസ്ഥായിട്ട് ഇരിക്കാവുന്ന രീതിയിലായിരിക്കണം ഇരിക്കണ്ടേ. കട്ടിലിൽ വീണ് പോകുന്ന രീതിയിലുള്ള ഇരുത്തിരിക്കാതെ മതിലേക്ക് ചാരി ഇരിക്കാം. ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പരമാവധി കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഡെമോ മാത്രം ചെയ്യാനാണ്. ട്രീറ്റ്മെന്റിന്റെ ഫുൾ ഓപ്ഷനിലല്ല നമ്മൾ ചെയ്യാൻ. നമ്മൾ ട്രീറ്റ്മെന്റ് നിലവിൽ വേറെ നടക്കുന്നുണ്ട്. അതിന് ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രോഗങ്ങളെ
ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം, നിങ്ങൾക്ക് മാറിയില്ലെങ്കിൽ പൈസ തരണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരുന്നതും. നിങ്ങൾ ഇവിടെ ക്ലിനിക്കിലേക്ക് വന്ന് നിങ്ങളുടെ കാശ് കളയണ്ട. നിങ്ങളൊരു ഫോട്ടോ നമ്മൾ പറയുന്ന സമയത്ത് രാവിലെ 8 മണി, വൈകിട്ട് 5 മണി, രാത്രി 9 മണി, ഇങ്ങനെ 3 ടൈമിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. 100-150 പേഷ്യൻസിന്റെ ഫോട്ടോസ് ഇപ്പോൾ വന്നിട്ടുണ്ടാവും രാത്രി 9 മണിക്കുള്ളതിലേക്ക്. അപ്പൊ അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിലേക്ക് നിങ്ങൾക്ക് എന്നെ അറിയില്ലാത്ത ആളുകൾക്ക് ഈ ചികിത്സയെ ഇത് സംഭവം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രയല് എന്നുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തു നോക്കാം. ട്രീറ്റ്മെന്റ് എടുത്തിട്ട് സക്സസ് ആണെന്ന് തോന്നിയാൽ മാത്രം അവർ ഫീസ് എടുക്കാം. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്ത ആദ്യം മുതലുള്ള ഫീസ് തന്നെ അടക്കം വേണം. അങ്ങനെ തന്നെ നമ്മൾ പറയാം. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാൾ ട്രീറ്റ്മെന്റ് എടുത്തു, നാളെ അയാൾ ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴേക്കും അയാൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെങ്കിൽ മറ്റന്ന് അയാൾ ട്രീറ്റ്മെന്റിന് ഇരിക്കുമ്പോൾ നാളത്തെയും മറ്റന്നാളത്തെയും ഫീസ് കൂടി അടക്കണം. കാരണം ഫീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കുറക്കുന്നൊന്നുമില്ല. അങ്ങനെ അത്രക്ക് ബാധ്യതകളുള്ള ആളുകളാണെങ്കിൽ ഞങ്ങളോട് ബോധ്യപ്പെടുത്തിയാൽ ഫീസ് ഇല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കും. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ കാശുള്ളവർ കാശ് കൊടുത്ത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അത് കൂടായ്പൊന്നും കാണിക്കരുത്. കാരണം പിശുക്കനാണ് പലപ്പോഴും എന്ത് ചെയ്യുക, അവന്റെ സമ്പത്ത് ഉച്ചൂത്തി പോണേന്നാ പറയാം. അപ്പൊ അവന് പലപ്പോഴും ചെറിയ എമൗണ്ട് മുടക്കണതിന് പകരം ഫീ എത്രയാണ് അത് നമുക്ക് പിന്നെ പറയാം. ഫീ കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഫീസ് ഒരു 11 സിറ്റിങ്ങിന് 3500 രൂപയാണ്. 11 സിറ്റിങ് അടുപ്പിച്ച് ഒരു ബേസിക്കലി ഒരു 11 സിറ്റിംഗ് ആണ് നമ്മൾ അടുപ്പിച്ച് ചെയ്യാറ്. അതിന് 3500 രൂപയാണ് നമ്മൾ മേടിക്കാൻ. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, വലിയ ഫീസൊന്നുമില്ല. ഒരു ഒഴിച്ചിൽ നടത്തുന്ന ഫീസേ ഉള്ളൂ. ഒറ്റ ഒഴിച്ചിൽ നടത്താൻ ഏതാണ്ട് 3000-4000 രൂപ കൊടുക്കണുണ്ട്. അപ്പോൾ അത്രേ ആവണുള്ളൂ. എന്നാലും നമ്മളത് പറയുമ്പോൾ ആ ഫീസ് നിങ്ങൾ ആദ്യമേ അടക്കണ്ട. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സക്സസ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ, പുതിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്, കാരണം ബോധ്യപ്പെട്ടവരോടല്ല. ബോധ്യപ്പെട്ടവർ പിന്നെയും ബോധ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ബോധ്യപ്പെടാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ഫീസ് ട്രീറ്റ്മെന്റ് ചെയ്ത് സക്സസ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ നല്ലൊരു ക്ലാസ് എടുക്കാന്നുള്ള പ്ലാനിലാണ് വന്നതെങ്കിലും ചെറിയ ഒരു എററൊക്കെ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് 9 മണിക്ക് എനിക്ക് ഫ്രീ ആവേണ്ടതുകൊണ്ട് ഞാൻ അധികം പോകുന്നില്ല. എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വിശദീകരിച്ചില്ല എന്നുള്ളൂ. എന്തായാലും ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹേർട്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നട്ടലിന് പ്രശ്നം ഉണ്ടാവും. ലങ്ങിന് പ്രശ്നം ഉണ്ടെങ്കിൽ നട്ടലിന് പ്രശ്നം ഉണ്ടാവും. തൈറോയിഡിന് പ്രശ്നം ഉണ്ടെങ്കിൽ സെർവിക്കലിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഹേർട്ടിനും ലങ്ങിനും പ്രശ്നം വന്നാൽ നട്ടലിന്റെ L1, L2, L3, L4, L5 ലുംബാറിലായിരിക്കും പ്രശ്നം വരാന്നുള്ളൂ. അത്ര പ്രത്യേകത. അത് നട്ടല് സംബന്ധമായിട്ടുള്ള പ്രശ്നം തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോ സെക്ഷൽ ഡിസോർഡർ വരും. അങ്ങനെയുള്ളവർക്ക് സെക്ഷൽ ഡിസോർഡർ ഉറപ്പായിരിക്കും. അപ്പൊ എല്ലാ രോഗത്തിനും കുറെ കാര്യങ്ങൾ. ഇപ്പോൾ സെക്ഷൽ ഡിസോർഡർ ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾ ഓർക്കുക അയാളുടെ ആ ഓർഗൻസിനെ ശരിയാക്കിയാൽ മതി എന്ന് ഓർക്കാം. പക്ഷെ സെക്ഷൽ ഡിസോർഡർ പലപ്പോഴും സർക്കുലേറ്ററി സിസ്റ്റം ആയിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റം ആയ ഹാർട്ട് നന്നാവണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിൽ ഫ്രണ്ടിലുള്ള ഓരോ ഓർഗൻസിന്റെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ലിവറിൽ പ്രശ്നമുണ്ട്, ലിവറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട്, ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പോലും ബാക്ക് പെയിൻ വരുന്നുണ്ട്. അപ്പൊ ബാക്ക് പെയിൻ എന്നുള്ള അതിന് മാത്രം ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് പെയിനെ മാറ്റുക എന്നുള്ള ഒരു സിസ്റ്റമാണ്. പെയിൻ മാറ്റുക എന്നുള്ള സിസ്റ്റം സത്യത്തിൽ ചികിത്സയല്ല. പെയിൻ മാറ്റുക എന്നുള്ള സിസ്റ്റം ചികിത്സയേ അല്ല. ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വെച്ചത്. ആ പെയിൻ വരാനുള്ള ഒരു കാരണം എന്തോ നിന്നിലുണ്ടാകും. ആ നിന്നിലുള്ള കാരണത്തെ വൈദ്യൻ കണ്ടെത്തുകയും ആ കാരണത്തിന് ചികിത്സിക്കുകയും ചെയ്താൽ നിന്റെ ബാക്ക് പെയിൻ മാറും. അപ്പോ വയറ്റിൽ നിന്ന് പോകാത്ത ഒരാൾക്ക്, ചില വൈദ്യന്മാരെ കണ്ടിട്ടില്ലേ, ഇപ്പോ ചില മലബാർ ഏരിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പിടിച്ചിടാനൊക്കെ കർണാടക ഭാഗത്തേക്കൊക്കെ പോകാറുണ്ട്. അങ്ങനെയുള്ള വൈദ്യന്മാരൊക്കെ അടുത്ത് പോയാൽ അവർ ഒഴിച്ചില് നടത്തുക, കിഴി നടത്തുക, അതിന്റെ ഒപ്പം നന്നായിട്ട് വയറിളകാനുള്ള മരുന്ന് കൊടുക്കും. സുന്നാമുഖി പോലുള്ള നന്നായിട്ട് വയറിളക്കണ മരുന്നുകൾ കൊടുക്കും. അപ്പൊ നന്നായിട്ട് വയറിളകി. പച്ചനെ പറഞ്ഞാല് നല്ല ഭാഷയിലല്ലാതെ പറയുമ്പോ, പക്ഷെ സത്യത്തിൽ നല്ല ഭാഷ ഇതാണ്. നല്ല മലയാളീസിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാല് തൂറിപ്പോയ മാറേണ്ട രോഗമുള്ളൂ എന്ന് പണ്ട് കാരണന്മാര് പറയും. നന്നായിട്ടൊന്ന് വയറിളകി പോയാൽ, തൂറിപ്പോയാ പോയി, നടുവേദന പോയി എന്ന് പറയൂലേ. തീട്ടം കെട്ടിക്കിടന്നിട്ടാണ് ചിലപ്പോൾ രോഗം വന്നതെങ്കിൽ, ചിലപ്പോഴല്ല, ഒരു നല്ലൊരു ശതമാനവും ഇത് കെട്ടിക്കിടന്നിട്ടാണ്. അപ്പൊ അത് പുറത്തേക്ക് കളയാൻ വൈദ്യന്മാർ അന്ന് ചെയ്യുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉഴിച്ചിൽ നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, വയറിളക്കിക്കും. ഉഴിച്ചിൽ നടത്തിയതിനു ശേഷം വയറിളക്കിക്കും. അപ്പൊ ആ വയറിളക്കിയ സംഭവം കൊണ്ട് വയറ്റിലുള്ള മലം പോകുമ്പോൾ, ആ വേസ്റ്റ് പോകുമ്പോൾ
പലപ്പോഴും രോഗശമനം ഉണ്ടാവുമെങ്കിലും എല്ലാ നടുവേദനയുടെ കാരണം എന്തായിരിക്കൂല, വയറ്റിലെ പ്രശ്നം, ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ പ്രശ്നമായിരിക്കില്ല. അപ്പോൾ വയറ്റിൽ നിന്ന് പോയാൽ മാത്രം നടുവേദന മാറണമെന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമോ യൂട്രസിന്റെ പ്രശ്നമോ ഓവറിയുടെ പ്രശ്നം കൊണ്ടോ ഒക്കെ ആങ്സൈറ്റി കൊണ്ട് പോലും ബാക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെൻഷൻ കൂടുതലുള്ള ഒരാൾക്ക്, അയാൾക്ക് ദഹനം ശരിയല്ലായിരിക്കും. ആ ദഹനം ശരിയല്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് നടുവേദന വരും. ടെൻഷൻ കൂടുതലുള്ള ഒരാൾക്ക് അയാൾക്ക് നടുവേദന, ഇനി ദഹനം ശരിയാണെങ്കിൽ പോലും ബാക്ക് പെയിൻ വരും. അപ്പോൾ റൂട്ട് കോസ് ആണ് മാറേണ്ടത്, രോഗചികിത്സയാണ് മാറേണ്ടത്. നിങ്ങൾ ഇവിടെ ആരോ ചോദിച്ചു എന്റെ ഫീസ് പറയാവോ എന്ന് ചോദിച്ചു. ചെറിയ ഫീസാണ് നമ്മൾ മേടിക്കുന്നത്. ഡോക്ടർ ഫസൽ അഹമ്മദ് സാർ ഒരു സിറ്റിങ്ങിന് 10,000 മേടിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോ 11 സിറ്റിംഗ് ആണ് ചെയ്യുക. പക്ഷെ അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം ഒറ്റ സിറ്റിംഗേ ചെയ്യുള്ളൂ, പിന്നെ വേണ്ടാന്ന് പറയാം. പിന്നീട് എപ്പോഴെങ്കിലും പ്രശ്നമാകുമ്പോൾ വന്നാൽ മതി എന്ന് പറയാം. കാരണം അത്രക്ക് നല്ല ഹീലർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ അത്രക്കും വലിയ ഹീലർ അല്ലാന്ന് ഞാൻ പറയണില്ല, പക്ഷെ അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ അത്രക്ക് വലിയ ഹീലർ അല്ലാത്തതുകൊണ്ട് ഒറ്റ സിറ്റിംഗ് കൊണ്ട് ഞാൻ നിർത്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഒറ്റ സിറ്റിംഗ് കൊണ്ട് നിർത്തിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരം പൂർണ്ണമാവണമെന്നില്ല. അപ്പോ ഡോക്ടർ ഫസൽ അഹമ്മദ് സാറിന്റെ സിസ്റ്റവും കൊറിയൻ ചികിത്സകനായ പാക് ജവ് സാറിന്റെ സിസ്റ്റവും കൂടി ചേർത്തിട്ടാണ് ഞാനൊരു സിസ്റ്റം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ റൂട്ടിലാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ഒരു 11 ദിവസം സിറ്റിംഗ് ആണ് നമ്മൾ അതുപോലെ പറയാം. ആ 11 ദിവസം കൊണ്ട് വരാനുള്ള കാരണങ്ങളെ, ഇപ്പോൾ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ ചെയ്യുന്ന ചില ആളുകൾ അക്യുപഞ്ചറിന്റെ പേരിൽ അക്യുപഞ്ചറാണ് ചെയ്യുന്നത്, പക്ഷെ അവർ വിശ്വസിച്ചിരിക്കുന്നത് സെൽഫ് ക്യൂറിംഗ് മെക്കാനിസവും 4G ഉണ്ടെങ്കിൽ ഓക്കെ എന്നാണ് പറയാം. ഇപ്പൊ കേരളത്തിൽ അക്യുപഞ്ചർ വളർന്നുകൊണ്ടിരിക്കുന്നു, അക്യുപഞ്ചറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ അക്യുപഞ്ചറിസ്റ്റുകളും നല്ലതാണ്, പക്ഷെ അവരുടെ ഉദ്ദേശങ്ങൾക്കാണ് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക. പക്ഷെ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ചികിത്സാ സംവിധാനം മഹത്വമുള്ളതാണ്. ആ ചികിത്സാ സംവിധാനം ആരിലാണോ ഉള്ളത് അത് അവരിലാണ് വർക്ക് ചെയ്യുക. പക്ഷെ പലരിലും ആ ചികിത്സാ സംവിധാനം അല്ല ഉള്ളത്. പകരം അവർ അക്യുപഞ്ചർ എന്തോ പഠിച്ചിട്ടുണ്ട്, അവർ അക്യുപഞ്ചർ ചെയ്യുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അത് വർക്ക് ചെയ്യാത്തതിന്റെ ചില കാരണങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. അത് നമുക്ക് എന്റെ കോഴ്സുകൾ നടക്കുന്നുണ്ട്. ആ കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഹീലർ ആകുമ്പോൾ രോഗചികിത്സ നടക്കും. അതില് 11 ദിവസത്തെ സിറ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. അതിന് കാരണം പലവിധ മരുന്നുകൾ കഴിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ, പല അവസ്ഥയിൽ നടക്കുന്ന ആളുകൾ, അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒറ്റയടിക്ക് വലിയ എനർജി കൊടുത്ത് ചെയ്യുന്നതിന് പകരം കുറേശ്ശെ അവരെ സെറ്റാക്കി, ചിലപ്പോൾ 2-3 സിറ്റിംഗിൽ തന്നെ ബാക്ക് പെയിൻ ഫുൾ ആയിട്ട് മാറുന്നവരുണ്ട്. എന്നാലും 11 സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം. 11 സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അത് അവരവര് ചികിത്സ തുടങ്ങി കഴിഞ്ഞാൽ 11ാമത്തെ സിറ്റിംഗിൽ എന്നെ ഡയറക്റ്റ് കിട്ടാവുന്ന നമ്പർ ചോദിച്ചു മേടിക്കുകയും 11ാമത്തെ ദിവസത്തിന് ശേഷം ബാക്കി ചെയ്യേണ്ട രീതികൾ അത് അവരവർക്കുള്ള രീതികൾ നമ്മൾ പറയും. അപ്പോൾ കേവലം ഒരു 11 ദിവസം കൊണ്ട് എല്ലാം മാറ്റി തരാമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ 11 ദിവസം കൊണ്ട് ഏതാണ്ട് എല്ലാ അത്യാവശ്യം ആയാം. എത്ര പേരായിട്ടുണ്ട്? എല്ലാ അത്യാവശ്യക്കാരുടെയും പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനൊക്കെ കുറേയൊക്കെ പറ്റും. ഇനി ക്യാൻസർ വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, വാൽവ് മാറ്റി വെക്കണം, എല്ലാ രോഗത്തിനും നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. കിഡ്നി ഫെയിലർ ആയാലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും റിസൾട്ട് ഉണ്ട്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഡയാലിസിസ് ചെയ്യാതെ മരുന്നൊന്നും കുടിക്കാതെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വലിയ അവകാശവാദമായിട്ടൊന്നും ഇപ്പോഴും പറയുന്നില്ല. പകരം ഇവിടെ വന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ബോധ്യപ്പെടാം, ചികിത്സിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ബോധ്യപ്പെടാം. ഫോട്ടോ അയച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ കുറെ പേര് വന്നിട്ടുണ്ട്, ആ ഫോട്ടോ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കാം. ഇതില് നമ്മൾ പരിചയമുള്ളവരുണ്ടോ നോക്കട്ടെ കേട്ടോ. മുഖം മൂടി ഒരാൾ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പരിചയമുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടിക്ക്, അദ്ദേഹത്തെ എനിക്ക് പരിചയമുള്ളതാണ്. അല്ല, കാണിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഇദ്ദേഹം കുഴപ്പമില്ലാത്ത മനസ്സിലാണ്. കാരണം ഇദ്ദേഹത്തിന്റെ കുട്ടിക്ക് മണി വീക്കായിട്ട് മണി ഇറങ്ങിപ്പോയിട്ട് ആളിവിടെ എന്തെങ്കിലും ആണെങ്കിൽ വോയിസിൽ പറഞ്ഞതിന് കുഴപ്പമില്ല. വേണ്ട, കൊള്ളാക്കണ്ട, സമയം പോകും. അപ്പോ മണി ഇറങ്ങിപ്പോയിട്ട് മണി തൂങ്ങിപ്പോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ കേസിൽ വന്ന ആളാണ്. കുട്ടിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്ത ആളാണ്. ഇപ്പോ ഇതിൽ വിറ്റിട്ടുണ്ട്. പരിചയമുള്ളവരെ കാണുമ്പോ ഓക്കെ, പരിചയമില്ലാത്തവരെ ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുക.
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുമ്പോഴേ ഇരിക്കാവുള്ളൂ. ഇപ്പൊ ഇരുന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ് ഇരുന്ന് ബാക്ക് പെയിൻ മാറിയാൽ ആ സ്പോട്ടിൽ നിങ്ങൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യണം. മാറി എന്ന് വാട്സപ്പിൽ വിടണം. ഓക്കെ, മാറിയവര് മാറി എന്നുള്ള മെസ്സേജ് എനിക്ക് വിടണം. എന്തായാലും കാണാത്ത മുഖങ്ങൾ തന്നെയാണ്, രണ്ടുപേരെ കണ്ട മുഖങ്ങളുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. 16 പേര്, 16 + 3 ഇപ്പൊ 19 ആയേ. 20, 21, 21, 13, 21, 13 കണക്കിൽ പ്രശ്നമാണ്. 21, 13, 34, 35, 36, 37 പേരെ ഫോട്ടോ വന്നിട്ടുണ്ട്. 37 പേരെ ഫോട്ടോ ആണ് വന്നേക്കണേ. ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇതുണ്ടാ കൈ അങ്ങനെ വെക്കാനല്ല ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അവരങ്ങനെ വെച്ചു. ഇത്ര ആളുകളാണ് ഫോട്ടോ അയച്ചേക്കുന്നത് കിട്ടിയത്. ചെരുപ്പ് കുഴപ്പമില്ല, പറഞ്ഞ കേൾക്കാത്തതിന് നമുക്ക് ബാധ്യത. പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചെരുപ്പ് ഇട്ടിട്ട് ഇരിക്കരുത്. ഫോട്ടോ ഇട്ടപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ചെരുപ്പ് ഊരി വെക്കുക. നട്ടലിലോ കയ്യിലോ ഒരാളുടെ ഫോട്ടോ വ്യക്തമല്ല, ഇയാളുടെ ഫോട്ടോ ഉണ്ടാവും. ഓക്കെ, വന്നിട്ടുണ്ടല്ലേ. ഇത് ഇപ്പൊ ഒന്നതാ. ഇനി ഫോട്ടോ അയക്കരുത്, കാരണം നമ്മൾ തുടങ്ങണ്ടേ, നമുക്ക് തീർക്കണ്ടേ. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഫോട്ടോ ഇനി അയക്കണ്ട, പിന്നെയും ഫോട്ടോ വരാണ് കഷ്ടം. ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾ ഫോട്ടോ അയക്കാതെ ഒരു ഫോട്ടോ എടുത്ത് വിട്ടാൽ പോരായിരുന്നോ? ഓക്കെ, അപ്പൊ ഇത്രയും പേര് ബാക്ക് പെയിൻ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ വീണ്ടും അയക്കണോ തലവേദന? വേണ്ട, ഒറ്റ പ്രാവശ്യം അയച്ചാൽ മതി. എന്തായാലും ടോട്ടല് ഒരു 16, 16, 32, 14, 35, 36, 37, 38, 40 ആളുകൾ ടോട്ടൽ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഇതിലൊരു 16 പേരെ കാണാൻ കഴിയും, ബാക്കി 3. അപ്പോൾ 19 ആവും. 20, 21 ആയി, ദെൻ 16, അപ്പോൾ 36 + 3, 39. ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 39 പേര്. പേര് ഇപ്പൊ ട്രീറ്റ്മെന്റിൽ ഇരിക്കുക. എന്നിട്ട് അവർക്ക് അവരുദ്ദേശിച്ച വേദന, ഇപ്പൊ വേദന ഉള്ളവരാണ് ഇരിക്കാൻ ഞാൻ പറഞ്ഞേക്കണത്. പക്ഷെ ഇതില് ചില ആളുകൾക്ക് ഇപ്പൊ വേദന ഉണ്ടോന്നുള്ളൂ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇപ്പൊ വേദന ഉള്ളവർ ഇരിക്കുക, കണ്ണടക്കുക, കൈ രണ്ടും മടിയിൽ വെച്ചിരിക്കുക. നിങ്ങൾ ഫോട്ടോ വിട്ടതൊന്നും നോക്കണ്ട. പക്ഷെ ഇപ്പൊ പറയുന്നത് പൂർണ്ണമായിട്ടും കേട്ടിട്ടേ നിങ്ങൾ ഇരിക്കാവുള്ളൂ. ഞാൻ പറയുന്ന സമയത്ത് ഇരുന്നതിന് ശേഷം ഒരു 5 മിനിറ്റാണ് നമ്മൾ സമയം തരാം. ആ 5 മിനിറ്റിനുള്ളിൽ വേദന മാറിയാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേദന, നിങ്ങൾ എവിടെയാണോ ഇപ്പൊ വേദന പറഞ്ഞത് ആ വേദന മാറിയാൽ ഇതിൽ തന്നെ ടൈപ്പ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ വാട്സപ്പിൽ നിങ്ങൾ ഫോട്ടോ വിട്ടതിലേക്ക് ഒന്ന് മാറി എന്നുള്ളത് മെസ്സേജ് വിട്ടാൽ നന്നായിരിക്കും. ഇതില് ടൈപ്പ് ചെയ്താൽ ഇത്തിരി നന്നായിരിക്കും. ഇപ്പോൾ വീഡിയോയിൽ തന്നെ ഇതിൽ തന്നെ വരുമല്ലോ. ഇത്രയും പേരിൽ എത്ര പേർക്ക് മാറി എന്നുള്ളത് ഇതിൽ തന്നെ എന്താ പറയാ, മാറി എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഇനി 90% കുറഞ്ഞു എങ്കിൽ 90% കുറഞ്ഞു എന്നുള്ളത്
ടൈപ്പ് ചെയ്യാം. മാക്സിമം 90%. 70% മാറിയെങ്കിലും ഒന്നും കണ്ണു തുറക്കണ്ട. ഒരു 5 മിനിറ്റാണ് സമയം തരാം. ആ 5 മിനിറ്റിന് ഉള്ളിൽ ഇപ്പൊ 8:23, 8:25 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 8:30 നിങ്ങൾക്ക് കണ്ണു തുറക്കാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ആ സ്പോട്ടിൽ നിന്ന് പോകരുത്. ആ ഫോട്ടോ വിട്ട സ്പോട്ടിൽ നിന്ന് നിങ്ങൾ പോകരുത്. ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാവണം. ഇനിയും ഫോട്ടോ വരുന്നുണ്ട്. ആ ഫോട്ടോ വിടാതിരിക്കലാണ് നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫോട്ടോ ഇത് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ബാക്ക് പെയിൻ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ബാക്ക് പെയിൻ വരാനുള്ള ഒരുപാട് കാരണങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ തൽക്കാലത്തേക്ക് നമ്മൾ ഇങ്ങനെ മാറ്റി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു പ്രശ്നം വലിയ രോഗങ്ങളാക്കി പിന്നീട് സങ്കടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നടുവേദനയുടെ കാരണങ്ങൾ മറ്റു പലതും ഉണ്ടാവും. ആ മറ്റു പലതും മാറുന്നത് വരെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ തൽക്കാലം ഞാനിപ്പോൾ കാണിക്കുന്ന ഡെമോ കൊണ്ട് നിങ്ങൾ ബാക്ക് പെയിൻ മാറി. കുറെ ആളുകൾ ഞാൻ പലപ്പോഴും ഫ്രീ ഹീലിംഗ് ഒക്കെ നടത്തുമ്പോൾ ആ ഹീലിംഗിൽ മാത്രം കയറുകയും തൽക്കാലം ആ വേദന മാറ്റിയാൽ മതിയല്ലോ എന്ന് ഓർക്കും. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് അത് ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ഉടായ്പ കാണിച്ചു എന്ന് വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം അത് പിന്നീട് എന്താക്കുകയാണ്, തൽക്കാലത്തേക്ക് വേദന മാറ്റുമ്പോൾ നിലവിൽ മോഡേൺ സയൻസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് പോവുക. റൂട്ട് കോസ് അവിടെ വളരും. ആ സാധനം വരാനുള്ളൊരു കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു, ഗ്യാസ് ട്രബിള് അത് അൾസറൈറ്റിസ് ആയി ടിസ് ഇൻഫ്ലമേഷൻ മാറി അത് ക്യാൻസറിലേക്ക് പോകാം. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ജിനീഷെ കുറെ നേരമായല്ലോ. നിങ്ങൾ ഇത് വാട്സപ്പിൽ തന്നെയാണല്ലോ. ഞാൻ പഠിക്കുന്ന ക്ലാസ് അല്ലേ കേൾക്കണത്. ഓക്കെ, എന്തായാലും ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ജിനീഷെ. മതി മതി. ആരാണ് ജിനീഷ് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനെങ്ങനെ അറിയാം ജിനീഷെ? അപ്പൊ എന്തായാലും ഇവിടെ വന്ന ഫോട്ടോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയും ഫോട്ടോ വരുന്നതാണ് പ്രശ്നം. ഇപ്പോഴും ഫോട്ടോ വന്ന ലാസ്റ്റ് ഫോട്ടോ കണ്ടോ കേട്ടോ. ലാസ്റ്റ് ഫോട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചോളൂ ഇങ്ങനെ ഫോട്ടോ എടുക്കരുത്. അപ്പോ ആൾ അങ്ങനെ തന്നെ വിട്ടേക്കണേ. അപ്പൊ നമ്മൾ പറയണത് കേൾക്കണില്ല എന്നുള്ളതാണ് സത്യത്തില്. ഈ കേൾവിക്കാരനായാൽ സത്യത്തില് രോഗം മാറും. നമ്മൾ പറയണ കേൾക്കണം. നിങ്ങളുടെ അതിബുദ്ധി പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പറയുന്നുണ്ട് രോഗചികിത്സ എന്ന് പറഞ്ഞാല് എന്തല്ല, തൽക്കാലം ഈ വേദന മാറ്റലല്ല. വേദന മാറ്റുക എന്നുള്ളത് ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഇതിൽ ഗൾഫിൽ ഇരിക്കുന്നവരുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോ നിങ്ങൾ എവിടെ ഇരുന്നാലും ട്രീറ്റ്മെന്റ് പറ്റും എന്ന് തെളിയിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഇതില് കുറെ ഉമ്മമാരൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവരൊക്കെ ഇത് ടൈപ്പ് ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോ നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് മാറിയോ ഇല്ലെന്ന് അറിയാൻ പറ്റുക. ഇനി ഒരാളുടെ ഫോട്ടോ വേണ്ട. 26 8:26 എല്ലാവരും കണ്ണടച്ചോ. ഫോട്ടോ വിട്ട എല്ലാവരും കണ്ണടച്ചോ. ഫോട്ടോ വിട്ട എല്ലാവരും കണ്ണടച്ചോളൂ. കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ പെയിൻ മാറിയാൽ അപ്പൊ തന്നെ പെയിൻ മാറി എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം.
അപ്പൊ മനുഷ്യ ശരീരത്തിൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാല്, നട്ടല് എന്ന് പറഞ്ഞാല് ഒരു വീടിനെ തൂണുകൾ എങ്ങനെ താങ്ങി നിർത്തുന്നുവോ അത്രക്ക് പ്രാധാന്യം നട്ടലിനുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ ചികിത്സ പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോ ട്രീറ്റ്മെന്റ് നടത്തി 5 മിനിറ്റ് എന്നുള്ളത് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ടൈമാണ് തന്നത്. അത് എനിക്കൊരു ഇത്രയും ആളുകളെ കാണാനുള്ളൊരു ടൈമും അവരെ ട്രീറ്റ്മെന്റ് നടത്താന്നുള്ളൊരു ടൈമാണ്. അത് ഞാൻ നടത്തി, ട്രീറ്റ്മെന്റ് നടത്തി. പക്ഷെ കണ്ണ് തുറക്കുക എന്നുള്ള സംഭവം, വേദന മാറിയാൽ കണ്ണ് തുറന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വേദന മാറിയവര് കണ്ണ് തുറന്നാല് അവർക്ക് വേദന മാറുന്നതിനനുസരിച്ചിട്ട് അവർ ടൈപ്പ് ചെയ്യുക, വേദന മാറിയാൽ. കാരണം ഇത് നമുക്ക് ഒത്തിരി രഞ്ജിത്ത് ഷാരി വേദന മാറി, താങ്ക്സ്, ഓക്കെ, താങ്ക് യു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഡെമോൺസ്ട്രേഷൻ ആണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 45 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാറ് പൊതുവില്. ഇതിപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് വേദനയെ മാറ്റുക എന്നുള്ളൊരു സംഭവമാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വേദന ഇപ്പൊ അവിടെ ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾ മെസ്സേജ് വിടണം. അതുണ്ടോ ഇല്ലയെന്ന് അന്വേഷിച്ച് നടക്കരുത്. മാജിക് കാണിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് വേദന മാറിയാൽ എന്തായാലും പറഞ്ഞപ്പോൾ തന്നെ ഒരാളുടെ മെസ്സേജ് വന്നിരുന്നു. അതിൽ വിടാൻ കഴിയില്ലാത്തവര് വാട്സപ്പിൽ വിടാം. ഇതിൽ വന്നിട്ടുണ്ട്, കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കുറവുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ആരൊക്കെ ഫോട്ടോ വേറെ വന്നിട്ടുണ്ട്. വേദന മാറി. ആകർഷ്, ഏത് വേദനയെന്നുകൂടിയും പറഞ്ഞത് നന്നായിരിക്കും. ബാക്ക് പെയിൻ തന്നെ അല്ലാത്ത ചില ആളുകളുണ്ടാവും. പിന്നെ ആ വേദന മാറി എന്ന് പറയുന്നവര് എത്ര നാളത്തെ വേദനയാണെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കുറെ ആളുകള് വന്ന് ശുക്രനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക്. ഓക്കെ, മോൾക്ക് വേദന ഉണ്ടായിരുന്നു, അവൾ ഇരുന്നിരുന്നു, പക്ഷെ അവൾ വൊമിറ്റ് ചെയ്തപ്പോൾ എണീറ്റു. വൊമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടിയുടെ പറഞ്ഞു, ഷാഹിന ഉമ്മർ, അത് എഴുതിയിട്ടുണ്ട്. വേദന മാറി ശുക്രൻ എഴുതിയേക്കണതിനെ തൊട്ട് മുമ്പ് എഴുതിയതാണ്. ഒരു കുട്ടി ഇരുന്നിരുന്നു പക്ഷെ ഛർദ്ദിച്ചു. ഇതാണ് എനർജി ഹീലിംഗിന്റെ പ്രത്യേകത. ഛർദ്ദിച്ചത് എന്താണ്? വേസ്റ്റ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്. വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഇവിടെ ഇരുന്ന് അവർ നിങ്ങളുടെ ഫോട്ടോ കണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു. ഓക്കെ, കഴുത്ത് വേദന 3/4 ഭാഗം മാറി. നടുവേദന മാറി. ഷീജ പ്രകാശ്. ഷാഹിന ഉമ്മർ, മോൾക്ക് വേദന ഉണ്ടായിരുന്നു, അവൾ ഇരുന്നിരുന്നു, പക്ഷെ അവൾ വൊമിറ്റ് ചെയ്തപ്പോൾ എണീറ്റു എന്നാണ്. വൊമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തീറ്റ കൂടുതൽ, ഡൈജഷൻ കറക്റ്റ് അല്ലാത്ത കുട്ടിയാണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് നടുവേദന മാത്രം ട്രീറ്റ്മെന്റ് ചെയ്താൽ പോരാ, ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അറിയാം. നാസർ നാസി, വേദന മാറി. ശുക്രൻ. ഷാഹിന ഉമ്മർ, വൊമിറ്റ് ഉണ്ടായിരുന്നു ആദ്യം. ആകർഷ് PS, വേദന മാറി. എന്ത് വേദനയെന്നും കൂടിയും ഒന്ന് എത്ര നാളായിട്ടുള്ളതാണെന്നും കൂടിയും പറഞ്ഞാൽ ഇത്തിരി കൂടി നന്നായിരുന്നേനെ. രഞ്ജിത്ത് ഷാരി, ലെഗ് വേദന ആയിരുന്നു എന്ന് പറഞ്ഞാൽ കാലുവേദന ആയിരുന്നു, ഇപ്പൊ മാറി. അപ്പൊ നടുവേദനക്കാരനാണ് ഇരുന്നതെങ്കിലും കാലുവേദനക്കാരന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നട്ടെല്ലായിട്ട് ബന്ധപ്പെട്ട് കാലുവേദന ആണെങ്കിൽ അത് മാറിക്കോളും. പിന്നെ നിഷ ഷാജഹാൻ നജീം, നടുവേദന കുറച്ചു മാറി. ഗ്യാസ് വായിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം.
ഗ്യാസ് പുറത്ത് വായിൽ കൂടെ കുറച്ച് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാല് അവർക്കുള്ള നടുവേദനയുടെ പ്രശ്നം സ്റ്റൊമക്കിൽ കിടക്കുന്നു. ഓ, കേട്ടില്ലായിരുന്നു അല്ലേ? നിങ്ങൾ കേൾക്കണുണ്ടായില്ലേ? അയ്യോ, ശ്രദ്ധിച്ചില്ല. സോറി സോറി സോറി, ഞാൻ ആ മെസ്സേജിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞത് ഞാൻ മറന്നു, ശ്രദ്ധിച്ചില്ല. അപ്പൊ അതില് കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അപ്പോ കുറെ ആളുകൾക്ക് മാറിയ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഒന്ന് ഒമിറ്റ് ചെയ്തു, ഒരു കുട്ടി ഒമിറ്റ് ചെയ്തു. ഒമിറ്റ് ചെയ്തപ്പോ ട്രീറ്റ്മെന്റ് തുടങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ കുട്ടി ഒമിറ്റ് ചെയ്തു. ആ ട്രീറ്റ്മെന്റിന്റെ എഫക്ട് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇത് മതിയാവും. ഒരു ഒരു സ്ത്രീ എഴുതിയേക്കുന്നത് ആരോ എഴുതിയിട്ടുണ്ട്. ഒമിറ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യം, അത് മാറി, വേദന മാറി ശുക്രൻ. മോൾക്ക് വേദന ഉണ്ടായിരുന്നു, അവൾ ഇരുന്നിരുന്നു, പക്ഷെ അവൾ വൊമിറ്റ് ചെയ്തപ്പോൾ എണീറ്റു എന്ന് പറഞ്ഞാൽ, വൊമിറ്റ് ചെയ്തപ്പോൾ എണീറ്റു എന്ന് പറഞ്ഞാല് സ്റ്റൊമക് ഡിസോർഡർ ഉള്ള കുട്ടിയാണ്. അപ്പൊ അത് കൂടുന്തോറും പിന്നീട് പല വലിയ രോഗങ്ങളിലേക്ക് പോകും. അപ്പൊ നടുവേദനയെ ചികിത്സിക്കുന്നവർ ശ്രദ്ധിക്കുക, നടുവേദന മാത്രം മാറ്റുന്ന വൈദ്യൻ അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാത്രം മാറിയാൽ പോരാ, നടുവേദന മാറ്റാൻ വേണ്ടി നടക്കുന്ന ബുദ്ധിയുള്ള നിങ്ങളും അബദ്ധങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ചെയ്തപ്പോ എന്ത് മായാജാലമാണെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇത് ട്രീറ്റ്മെന്റ് ആണ്, എനർജി സപ്ലൈ ചെയ്തുമ്പോൾ ഉണ്ടായതാണ്. വേറൊരാൾക്ക് ഇതേ ഗ്യാസ് പോകുന്നു, അയാളുടെ വേദന മാറി ശുക്രൻ. വോമിറ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യം, വേദന മാറി, ലെഗ് വേദന ആയിരുന്നു, കാലിന്റെ വേദന മാറി എന്ന് പറഞ്ഞ നടുവേദനക്ക് ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു. നടുവിന്റെ പ്രശ്നങ്ങളായിരുന്നു ആണെങ്കിൽ നടുവിന്റെ ബേസ് ചെയ്തിട്ടാണ് കാലിന്റെ മുട്ടുവേദനയെങ്കിലും മാറിക്കോളൂ എന്ന് പറഞ്ഞ് ഇതിൽ എഴുതിയിട്ടുണ്ട്. കാലുവേദന മാറി എന്നുള്ളത്. നടുവേദന കുറച്ച് മാറി, ഗ്യാസ് വായിൽ കൂടെ പുറത്തു പോകുന്നു. അപ്പൊ നടുവേദന മാറിയതിന്റെ ഒപ്പം ഗ്യാസ് വായിൽ കൂടെ പുറത്തു പോകുന്നു. ആരെഴുതിയത്? നിഷ ഷാജഹാൻ എഴുതിയേക്കുന്നു. അപ്പൊ ഗ്യാസ് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നടുവേദനക്കാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. സിംറ്റംസിനെ സഡേറ്റ് ചെയ്യലല്ല എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ വേദന മാറുകയും ചെയ്യും. മ്യൂട്ടേ ആയിരുന്നു, ഇപ്പൊ മ്യൂട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പോ വേദന മാറിയവര് ഏത് വേദനയാണ് മാറിയേക്കണേന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായി. കേൾക്കുന്നില്ല സാർ, മ്യൂട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോൾ ഓക്കെ ഇല്ല. നല്ല മാറ്റമുണ്ട്. താഹിറ സലീഫ്, ഓക്കെ ഓക്കെ, നല്ല മാറ്റമുണ്ടെന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. കേട്ടില്ല, ആയിക്കോട്ടെ, ഇപ്പൊ കേൾക്കണുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ കൈ നിവർത്തി കണ്ണടച്ച് കാല് നിലത്ത് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴേ ചോദിക്കണം. ഞാൻ കണ്ണടച്ച് കാലൊക്കെ ഇങ്ങനെ നീട്ടിക്ക് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണോ? നിങ്ങൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതൊന്നും അനുസരിക്കണമെന്നാ പറഞ്ഞിരുന്നത്. കേൾവിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് പ്രശ്നമുള്ളൂ. കണ്ണടച്ചിരിക്കണം, അത്രേ പറഞ്ഞോളൂ. നിങ്ങൾ എവിടെ ഇരുന്നാലും. ജനീഷ് ടി, വൈഫിന് കുറഞ്ഞു, എണീക്കാമോ? വൈഫിന് കുറഞ്ഞ് നിർബന്ധമായിട്ട് എണീക്കണം. മാറിയ എപ്പോ തന്നെ കണ്ണുറക്കണമെന്നാ ഞാൻ പറഞ്ഞത്. വെറും 5 മിനിറ്റ് ഞാൻ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്താ? ഫസീല ജാഫർ, ബാക്ക് പെയിനും ഷോൾഡർ പെയിനും ഉണ്ടായിരുന്നു, ഇപ്പം നല്ല മാറ്റമുണ്ട്. ഓക്കെ. ഡിയോൺ ജോസഫ്, കേട്ടില്ല. ഓക്കെ, വേറൊന്നും. ഓക്കെ. നൗഫൽ നിഷ, ഓക്കെ, തലവേദന മാറി. അപ്പൊ ആരോ തലവേദന ചോദിച്ചിരുന്നു, തലവേദന മാറി. ഷോൾഡർ പെയിൻ മാറി. സിന്ധു, ആകാശ് പി എസ് വിട്ടിരിക്കുന്നു, ഷോൾഡർ പെയിൻ മാറി എന്നുള്ളത്. അപ്പോ ഷോൾഡർ പെയിൻ ഞാൻ പറഞ്ഞിരുന്നു, സെർവിക്കൽ സംബന്ധമായിട്ടുള്ള ഷോൾഡർ പെയിൻ ആണ്, അത് മാറുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ചികിത്സകനാണ്, വലിയ കളിക്കാരനൊന്നുമല്ല. പക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന ആളുകളാണ്. ഒരു 5 മിനിറ്റ് ടൈമാണ്. ഞാൻ തൊട്ടിട്ടില്ലേ, സൂചി കുത്തിയിട്ടില്ലേ, കളർ ചെയ്തിട്ടില്ലേ, എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ റിസൾട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? അപ്പൊ അത് നിങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തലാണ്. നിങ്ങൾ എന്നെ വായിച്ചു നോക്കുക. കാലുവേദന നന്നായി കുറഞ്ഞു. ഓക്കെ. പിന്നെ പറഞ്ഞു തരും എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന്. ഒന്ന് പറഞ്ഞു തരുമ്പോ എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന്. ഇനി നിങ്ങൾ എന്താക്കിയാൽ മതി, യൂട്യൂബിൽ ലൈവ്, ഇന്നത്തെ വീഡിയോ ലൈവ് കിടപ്പുണ്ട്, അത് നിങ്ങൾ ഒന്നുകൂടി കണ്ടാൽ മതി. അതില് സംഭവം എല്ലാം ഉണ്ട്. പുറം വേദന കുറഞ്ഞു, ജൂബി. ഓക്കെ. അപ്പോ പുറം വേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹാർട്ടിന്റെ നേരെ പുറംഭാഗത്തൊക്കെ ആണെങ്കിൽ, ഹാർട്ടിന്റെ മാത്രം ആവണമെന്നില്ല. ചിലപ്പോ എന്താക്കും, മറ്റു പല സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടാ. ഹാർട്ടിന്റെ മാത്രം ആവണമെന്നില്ല. ചെറുകുടലിന്റെ പ്രശ്നങ്ങളും പലപ്പോഴും എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു പോയപ്പോ ഹാർട്ടിന് പ്രശ്നം ഉണ്ടെങ്കിലും ബാക്കിൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ ഭയക്കും. ഭയം പ്രശ്നമാണ്.
ഭയക്കാതിരിക്കുക. രോഗത്തെ നിങ്ങൾ ഭയക്കാതിരിക്കുക. മാറുക എന്നുള്ളൊരു സാധനത്തിന് സ്കാൻ ചെയ്യൽ കൊണ്ടോ എക്സ്റേ എടുക്കൽ കൊണ്ടോ അതല്ലെങ്കിൽ വലിച്ചിടൽ കൊണ്ടോ ഒന്നും മാത്രം മാറുന്നില്ല. ഇതിപ്പോ ഇത്രയും ആളുകളെ ഏതാണ്ട് ഒരു 10 45 50 പേരെ ഞാൻ വെറും 5 മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തേ. ഇനി നിങ്ങൾ സംഘടിപ്പിക്കൂ, നിങ്ങളുടെ നാടുകളിലേക്ക് ഞാൻ വരാൻ തയ്യാറാണ്. നിങ്ങളുടെ നാട്ടില് ഒരു മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്യൂ. ഏഹ് അത് ബാക്ക് പെയിൻ മാത്രമല്ല, വേറെ ഏത് വിഷയങ്ങൾക്കാണെങ്കിലും ഒരു മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്യൂ, നമ്മൾ വരാം. പക്ഷെ ഒരു മിനിമം മെഡിക്കൽ ക്യാമ്പ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു 10-500 പേരെങ്കിലും. ഇപ്പൊ കണ്ണൂർ ഒരു ടീം നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നു. അവിടെ 1000 ചില്ലാനം പേര് രജിസ്റ്റർ ചെയ്തു. ഇതാള് 700 ചില്ലാനം പേർക്ക് നമ്മൾ ഒരേ ടൈമിൽ ഇതേപോലെ ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പോൾ ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ കഴിയും. അത് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും അസോസിയേഷൻ വഴിയോ പള്ളികളുടെ വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. ഞാൻ വരാൻ തയ്യാറാണ്. ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ എനിക്ക് വേറെ പരസ്യങ്ങളും സംഭവങ്ങളും ഒന്നും നടക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ കഴിയുക. അപ്പോൾ നിലവില് ട്രീറ്റ്മെന്റ് ചെയ്താൽ റിസൾട്ട് കിട്ടും എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. വേദന മാറിയ ഒത്തിരി ആളുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇനിയും വേദന മാറിയ ആളുകൾ എന്താ പറയാ വാട്സപ്പിൽ വിട്ടിട്ടുണ്ടാവും. കണ്ണു തുറക്കാമോ? തുറന്നോളൂ. മാറിയാൽ കണ്ണു തുറക്കാം. ഇടങ്ങേറുകൾ ഉണ്ടെങ്കിൽ കണ്ണടച്ചോണ്ടിരിക്കാം. ഇങ്ങനെ മാറുമ്പോൾ പിന്നെ നേരിട്ട് വരേണ്ടതുണ്ടോ ഫുൾ കോഴ്സ് ചെയ്യാൻ? നല്ല ചോദ്യമാണ്. എന്റെ പൊന്നാര ജിനേഷേ, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉടായ്പ എന്തെങ്കിലും ഉണ്ടാവൂലേ? ഞാൻ ചെറിയ കളിക്കാരനല്ല എന്ന് മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അത് മാറിയാലും പിന്നീടും പ്രശ്നം വരൂലേ? കാരണം അതിന്റെ കാരണം അതായിരിക്കില്ലല്ലോ. ഇപ്പൊ തന്നെ ഒരു കുട്ടി ഇപ്പൊ ഛർദ്ദിച്ചു, ഞാൻ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ സ്പോട്ടിൽ ഛർദ്ദിച്ചു. ഛർദ്ദിച്ചതിന്റെ കാരണം കുറച്ചു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അടിച്ച് കയറ്റിയിട്ടുണ്ടാവും, അത് തയ്ച്ചിട്ടുണ്ടാവൂല, അപ്പൊ അടിച്ചു പോകും. അപ്പൊ ഡൈജഷൻ കറക്റ്റ് അല്ലാത്ത കുട്ടിയായിരിക്കും. വീട്ടിൽ അമ്മ എപ്പോഴും എന്ത് ചെയ്യും? തിന്നുമോളെ തിന്നുമോളെ എന്ന് പറയുന്ന മാതാപിതാക്കളുള്ള വീടായിരിക്കും. നല്ല കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാവില്ല. എന്താണ് ഭക്ഷണം എങ്ങനെ കൊടുക്കണം കുട്ടികൾക്ക്, ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ട്രീറ്റ്മെന്റ് നിങ്ങൾ ഫോട്ടോ അയച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. ഇന്ന് ഞാനിപ്പോ ഒരു ദിവസം ഡെമോ ചെയ്തതാണ്. ആ ഡെമോ കൊണ്ട് എന്റെ ഷോൾഡർ പെയിൻ നല്ല മാറ്റം അനുഭവപ്പെട്ടു, നടുവേദന കുറവുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പൂട്ടി പോകൂല എന്നാ നിങ്ങൾ വിചാരിക്കുക. ഒരിക്കലും ഞാൻ പൂട്ടി പോകൂല. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ചികിത്സയെ ജനങ്ങൾ അറിഞ്ഞാൽ, ഇത് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഡെമോ കാണിക്കണതല്ലേ. ഇതിന് മുമ്പ് ഒരു 2 മാസത്തിന് മുമ്പാണ് ഒരു ഡെമോ കാണിച്ചത്. അപ്പോ 2-3 മാസത്തേക്ക് ഞാൻ എന്താ പറയാ ഡെമോ കാണിക്കുമ്പോ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഫോട്ടോ അയച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വെരി ഗുഡ് ജിനേഷ്. അത് പറ്റും. നിങ്ങൾ ഇവിടെ വരാതെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. നമ്മളിവിടെ വന്ന് ചികിത്സിക്കുന്ന ആളെക്കാട്ടും കൂടുതൽ ആളുകൾ ഇപ്പൊ എനിക്ക് ഡിസ്റ്റൻസ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പത്തെ 9 മണി ആവാറായി. 9 മണിക്ക് എനിക്ക് ഒരു ഫോട്ടോ സെറ്റ് ചെയ്തു. യൂട്യൂബുകാർ സോറി, ബാക്കി കുറച്ച് പേർക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇതിൽ കയറാം. കാരണം 77 പേരുള്ളൂ ഇതില്. അപ്പോൾ ബാക്കിയുള്ളവർ ഇതിലേക്ക് കയറാം. യൂട്യൂബ് തൽക്കാലം കട്ട് ചെയ്യാണ്. കാരണം എനിക്ക് ഫോട്ടോ വന്നിട്ടുണ്ട് 9 മണിക്ക് ട്രീറ്റ്മെന്റ് നടക്കേണ്ടതാണ്. ഇപ്പൊ ഫോട്ടോ റീഡ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ കുറെ കോള് വരും. അപ്പോൾ യൂട്യൂബിലുള്ളവര് എല്ലാവരും ഗ്രൂപ്പിൽ കയറിയിട്ട് മറ്റേ ലിങ്കിൽ കയറുക. അപ്പോൾ നമുക്ക് കയറാൻ കഴിയും, കാണാൻ കഴിയും. ഇതിന്റെ റെക്കോർഡ് യൂട്യൂബിൽ ഉണ്ടാവും, പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ യൂട്യൂബിലുള്ളവർക്ക് ലാൽ സലാം. സഖാവല്ലട്ടെ ഞാൻ. ഓക്കെ, എന്റെ വൈഫിനു മാറാത്തത് എന്താണ്? എനിക്ക് റിപ്ലൈ തരുമോ? അത് എന്താണെന്ന് എനിക്കറിയില്ല. നെഫ്രോട്ടിക് സിൻഡ്രോമും കിതപ്പും പരിഹരിക്കുമോ? തീർച്ചയായും. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നമുക്ക് ട്രീറ്റ്മെന്റില്ലേ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഡയാലിസിസ് ചെയ്യുന്ന ആളെ ഡയാലിസിസ് ചെയ്യാതെ മരുന്ന് നിർത്തി ട്രീറ്റ്മെന്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം കിതപ്പും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കിതപ്പ് വരുന്നത് ഭക്ഷണമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ വൈഫിന് എന്താണ് മാറാത്തതെന്ന് സാം ജോസഫ് ചോദിച്ചത്, വൈഫിന്റെ ഫോട്ടോ കറക്റ്റ് ആണ് വിട്ടതെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ ഒന്നുകൂടി അയക്കുക. ഫോട്ടോ അയച്ചത് ക്ലിയർ ആണോ എന്ന് നോക്കുക. പിന്നെ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നോ, മാറുന്നവരെ വേണമെങ്കിൽ ഇരിക്കാം. കാരണം ഇപ്പൊ പെയിൻ ഉണ്ടെങ്കിൽ മാറും, ഇപ്പൊ വേദന ഉള്ളതാണെങ്കിൽ മാറി. പിന്നെ ഫോട്ടോ വിട്ടത് കറക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ ആ ഫോട്ടോ ഒന്നുകൂടി വിടാവോ? ഇപ്പോ ഇതിലൊത്തിരി പേര് വേദന മാറി താങ്ക് യു എന്നൊക്കെ പറഞ്ഞ്, വയറിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു,
അങ്ങനെ കുറെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ. തസ്നി നജീബിന്റെ ബേസിൽ കുറച്ച് പേരിരുന്നു. കഴുത്ത് വേദന ചെറിയ കുറവുണ്ട്, നടുവേദന മാത്രം ഇല്ല, കഴുത്ത് വേദന. നമ്മളിവിടെ അക്യുപഞ്ചർ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന്റെ കെയർ ഓഫിൽ ഇരുന്ന ആളുകളൊക്കെ എങ്കിലും മെസ്സേജ് വിട്ടിട്ടുണ്ട്, മാറിയ മെസ്സേജുകളൊക്കെ വിട്ടിട്ടുണ്ട്. 2-3 പേരൊക്കെ ഇരുന്നതിന്റെ മെസ്സേജുകൾ വിട്ടിട്ടുണ്ട്. കുറെ മെസ്സേജുകൾ വരുന്നു. കാൽവേദന കുറഞ്ഞു, ശുക്രൻ, വേദന മാറി, താങ്ക് യു സാർ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇവരാണ് കൈ. ഓക്കെ, എന്താണ് വേദന മാറാത്തതെന്ന് ചോദിച്ച ആളെ തന്നെയാണ് ഞാൻ കൈ ഇങ്ങനെ പിടിച്ചത് ചോദിച്ചത് അല്ലെ. എനിക്കൊട്ടും കുറഞ്ഞില്ല എന്ന് പറഞ്ഞ ആള് അതാണ്. ഇയാൾ എന്താക്കി, ഇപ്പൊ കൈ ശരിയായിട്ടുണ്ട്. ഈ കൈ ശരിയാക്കിയ ആള് ഇപ്പൊ മാറിക്കോളും. ഉണ്ടോ? അവര് കണ്ണടച്ചിരിക്കാം, മാറണവരിക്കാം. നടുവേദനയാണെങ്കിൽ മാറിക്കോളും. വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കൂ. വായിക്കാൻ പറ്റുമോ? വായിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതിയേക്കുന്നത് നല്ല മാറ്റമുണ്ട്, 80% മാറി. ഈ കുട്ടിയുടെയാണ്, ചെറിയ കുട്ടി. വായിൽ കൂടി ഗ്യാസ് പോകുന്നു. നജീം എന്നാണ് എഴുതിയേക്കുന്നത്. വായിൽ കൂടി ഗ്യാസ് പോകുന്നു. ഞാനിവിടെ ഇരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അവിടെ ഇരുന്ന് ഗ്യാസ് പോകണം എന്തിനാ? അപ്പൊ ചികിത്സിച്ചാൽ സുഖപ്പെടും. ചികിത്സിച്ചാൽ സുഖപ്പെടും എന്നുള്ളതിന് ബോധ്യം വരിക എന്നുള്ള ഒരു സാധനത്തിന് ചെറിയൊരു ഡെമോ, 5 മിനിറ്റിന്റെ ഡെമോ. ഒറിജിനൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ 45 മിനിറ്റാണ് ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. 45 മിനിറ്റ് ഇരുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് വേൾഡിൽ എവിടെയൊക്കെയോ ഇരുന്ന ആളുകളെ, ഗൾഫിൽ ഇരുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ചില ആളുകളുടെ ഇരുത്തം കാണുമ്പോൾ തന്നെ അറിയാം ഗൾഫ് സെറ്റപ്പ് ആണെന്നുള്ളത്. അപ്പോ ഗൾഫിൽ ഇരുന്ന ആളുകൾ ഉൾപ്പെടെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തു എങ്കിൽ ചികിത്സ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ്. ഏത് രോഗത്തിനും ചികിത്സിച്ചാൽ രോഗം മാറുമെന്ന് ബോധ്യപ്പെടുത്തലാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അത് എന്തായാലും നടന്നു എന്നുള്ളതാണ്. കാൽവേദന കുറഞ്ഞു, ശുക്രൻ. പിന്നെ മെസ്സേജുകൾ ഇപ്പോഴും വരുന്നുണ്ട്. വേദന കുറഞ്ഞു, ബാക്ക് പെയിൻ, ലിഗമെന്റ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്നതാണ്. വേദന കുറഞ്ഞു. അപ്പൊ കുറെ ആളുകൾക്ക് അതിലെഴുതി വിടാൻ പറ്റാത്തവര് ഇതിലെഴുതി വിട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, റാഹത്തായി. അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആളുകൾ വിട്ടിട്ടുണ്ട്. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ ഇപ്പോഴും ഉണ്ട്. തൃശ്ശൂര് ഷാക്കിൽ രാജ്. ഓക്കെ, അവരെന്താക്കുക, അവിടെ തന്നെ ഇരിക്കുക, കണ്ണടച്ച് ചാരി ഇരിക്കുക. മാറിയിട്ടില്ല എന്നുള്ളവര് കണ്ണടച്ചിരിക്കുക. അവര് ഇതെന്താ മെസ്സേജ് വിടണ്ട. 5 മിനിറ്റ് ഞാൻ പറഞ്ഞത് മാറിയവര്, 5 മിനിറ്റിനുള്ളിൽ മാറിയവര്. മൊത്തത്തിൽ ബോഡി പെയിൻ ആയിരുന്നു, നടുവേദന പറഞ്ഞപ്പോൾ ഫോട്ടോ അയച്ചില്ല. അത് നഷ്ടമായി പോയി. മൊത്തത്തിൽ പെയിൻ ആയിരുന്നു, ഞാൻ വെറുതെ വിട്ടാൽ മതിയായിരുന്നല്ലോ. ഞാൻ ചെറിയൊരു ക്ലൂ തന്നതല്ലേ, വിട്ടോളൂ. വിട്ടാല് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ എന്താ പറയാ, കണ്ണടച്ച് എങ്ങനെ ഇരിക്കണ്ടെന്ന് വെച്ചാൽ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും. എന്താ പറയാ, കണ്ണടച്ച് വെറുതെ ഇരുന്നാൽ മതി, മാറിക്കോളും. എന്തായാലും മാറാത്തവർക്ക് മാറിക്കോളും. പിന്നെ ബോഡി പെയിൻ ആയിരുന്നു, നടുവേദന പറഞ്ഞപ്പോൾ ഫോട്ടോ അയച്ചില്ല. ആഫിയ മദരി, എന്തായാലും ഫോട്ടോ അയച്ചോളൂ. നിങ്ങൾ പ്രോഗ്രാം കണ്ടിട്ട് അതിൽ നഷ്ടബോധം വെക്കണ്ട. ഇപ്പോ നേരത്തെ പറഞ്ഞ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചോളൂ, ഞാൻ വേണമെങ്കിൽ ചെയ്തോളാം. ഇപ്പൊ 9 മണിക്ക് ട്രീറ്റ്മെന്റ് വേറെ നടക്കുമ്പോൾ അതിൻ്റെ ഞാൻ ഉൾപ്പെടുത്തിക്കോളാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു ഒരു വഴി കാണിച്ചു തന്നുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ വരുന്ന ഞായറാഴ്ച, വരുന്ന 4-ാം തീയതി അല്ലേ ലീഫ് തെറാപ്പി, വരുന്ന 4-ാം തീയതി ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. 4-ാം തീയതി പോലെ ഒരു 5 ദിവസത്തെ ഒരു കോഴ്സ് നടക്കുന്നുണ്ട്, ലീഫ് തെറാപ്പി. ചെറിയ ഓല വെച്ചിട്ട് എങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കാം. അത് ചികിത്സ പഠിച്ചവർക്കും ചികിത്സ അറിയാവുന്നവർക്കും ചികിത്സ അറിയില്ലാത്തവർക്കും വീട്ടമ്മമാർക്കും വിവരമില്ലാത്തവർക്കും വിവരമില്ല എന്ന് പറയുന്നവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഞാൻ വരുന്ന ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചേരാം. വരുന്ന 4-ാം തീയതി മുതലാണ്. ഒരു മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ ഒരു 8 പോയിന്റിൽ നമ്മുടെ വീട്ടിലുള്ള ഓല വച്ചാൽ ട്രീറ്റ്മെന്റ് ഒരു ബേസിക് ലെവല്. അത്യാവശ്യം പ്രശ്നങ്ങൾ വന്നു, ഇപ്പൊ വീട്ടിലൊരു കുട്ടിക്ക് ഫിക്സ് വന്നു, നമ്മളെടുത്ത് ഹോസ്പിറ്റലിൽ പോയി 10-30,000 രൂപ ചെലവാക്കുന്നതിന് പകരം ആ കുട്ടിക്ക് ഫിക്സ് വന്നാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഞാൻ നമ്മളെ ഈ ലീഫ് തെറാപ്പിയിൽ, എൻവൈൽ ലീഫ് തെറാപ്പി എന്നാണ് പറയാ, എൻവൈൽ ലീഫ് തെറാപ്പിയുടെ കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്തായാലും ഇട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഗ്രൂപ്പിൽ
വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ അയക്കാം, നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ വരുന്ന 4-ാം തീയതി എൻ്റെ കോഴ്സ് നടക്കുന്നുണ്ട്. 3000 രൂപ നിങ്ങൾ മുടക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ നിങ്ങളുടെ കുടുംബ ഡോക്ടറാകാം എന്നുള്ളൊരു കോഴ്സ്. തന്നെ പിന്നീട് അടുത്ത മാസം വേറെ അക്യുപഞ്ചറിന്റെ ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട്. ഈ മാസം തന്നെ അക്യുപഞ്ചറിന്റെ അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട്. കോഴ്സുകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പഠിക്കാം. ഡിപ്ലോമ കോഴ്സിന് പുതിയ ബാച്ച് നമ്മൾ നവംബറിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നവംബറിലെ ബാച്ചിലേക്ക് താല്പര്യമുള്ളവർ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. 30 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചികിത്സ പഠിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഇത് പഠിച്ചാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, പഠിക്കാം. സെറീന ഉസ്മാൻ സൗജന്യമാണോ? പൊന്നാരെ സൗജന്യമല്ല, ഞാൻ സൗജന്യം കൊടുക്കാറില്ല. പച്ചോല കിട്ടാൻ തെങ്ങിൽ കയറണം. ആയിക്കോട്ടെ, തെങ്ങിൽ കയറാത്ത ഓല ഇപ്പൊ കിട്ടുന്നുണ്ട്. റെഡ് ബാമ്പു, യെല്ലോ ബാമ്പു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീട്ടിൽ വളർത്തുന്ന മറ്റേ ഓലകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഉള്ള കുറെ ടെക്നിക്കുകളൊക്കെ തരാം. തെങ്ങിൽ കയറണ്ട. ഓക്കെ, പഠിക്കണ്ട, നിങ്ങൾ നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഈ കാണിച്ച ഡെമോ കൊണ്ട് നിങ്ങൾ പോകാനല്ല. ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഇതൊരു തെളിവാണ്. നിങ്ങൾക്ക് ചികിത്സിച്ചാൽ മാറും എന്നുള്ള ഒരു തെളിവാണ്. അപ്പൊ ചികിത്സിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഫോട്ടോ അയച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽ ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പറുകളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ അയച്ചു തരും. നിങ്ങൾക്ക് ഫോട്ടോ അയച്ച് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാം. അതല്ല നമ്മുടെ സെന്ററുകളിൽ ഞാൻ പറഞ്ഞു, ബുധനാഴ്ച കണ്ണൂർ വരുന്നുണ്ട്, ഷൊർണൂർ വരുന്നുണ്ട്. ഷൊർണൂർ നമുക്കൊരു ഇതിന്റെ ബ്രാഞ്ച് ഉണ്ട്. കണ്ണൂർ ഒരു MRI ഹോട്ടലിന്റെ മുകളിൽ ഒരു ടൂറിസ്റ്റ് ബാങ്കറ്റ് ഹാളിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ബുധനാഴ്ച ഉച്ചക്ക് 2:15 ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. കണ്ണൂര് രാവിലെ 11 മണിയോ 10:30 റേഞ്ചാണ് തോന്നുന്നു. ഓച്ചറയിൽ വ്യാഴാഴ്ച വരുന്നുണ്ട്. അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് വരണമെങ്കിൽ അവിടെയൊക്കെ വരാം. പക്ഷെ കാണാനേ പറ്റുള്ളൂ. നമ്മൾ അവിടെ വന്ന് ജസ്റ്റ് പോകുള്ളൂ, സംസാരമൊന്നും ഉണ്ടാവില്ല. സംസാരിക്കണ രോഗികളുടെ വിവരം കേൾക്കല്, ചോദിക്കല്, കേൾക്കല് പരിപാടി ഒന്നുമില്ല. നിങ്ങൾക്ക് ചികിത്സിക്കാം, രോഗം മാറും. ഇനി നിങ്ങൾ ഇവിടെ നേരിട്ട് വന്നാൽ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ് നമ്മൾ പുതിയ പേഷ്യൻസിന് എടുക്കുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നേരിട്ട് വന്നാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നടുവേദന ഉണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് ചികിത്സ വേണം എന്നുള്ളവര് ഒന്ന് എന്നൊന്ന് ടൈപ്പ് ചെയ്യാവോ? ചികിത്സ വേണം, എനിക്ക് ബാക്ക് പെയിൻ വേണം, അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുള്ളവരാണ്, അവർക്ക് ചികിത്സ വേണം എന്നുള്ളവർ ഒന്ന് ഐ ടൈപ്പ് ചെയ്യാം. എങ്കിലാണല്ലോ ഞാനിത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സഫീന ഐ, ലിയോൺ ജോസഫ് ഐ, ഓക്കെ ഐ, മേക്ക് സോൾ, വിഷ്ണു മനോഹരൻ. ഓക്കെ, കാരണം രോഗചികിത്സക്ക് വന്നവർക്കാണ് നമ്മൾ ഡെമോ കാണിച്ചിട്ട് കാര്യമുള്ളൂ. എന്നെ അളക്കാൻ വന്നവർക്ക് അളന്നിട്ട് പൊക്കോളി, ഒരു കുഴപ്പമില്ല. പാത്രം പൊട്ടിപ്പോകരുത്. എന്നെ അളക്കാൻ വന്നവരെ പാത്രം പൊട്ടരുത്, അത്രേ ഉള്ളൂ. ഇടങ്ങേറാവരുത് എന്നർത്ഥം. നാസർ നാസി അബ്ദുള്ള, കാരണം ചിലപ്പോ കണ്ണേറൊക്കെ കിട്ടിയാലോ എനിക്ക്. സുനിൽ ജോർജ്, ഓക്കെ. നിങ്ങൾ ഐ എന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ? ചികിത്സിക്കാൻ താല്പര്യമുള്ളത്. ജൂബി ചികിത്സിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഇതാണ്. എന്താ പറയാ, തിങ്കളാഴ്ച ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ പുതിയ പേഷ്യൻസിന് എടുക്കുന്നത്. നമ്മളുടെ നമ്പർ നമ്മളിപ്പോൾ ഇതിൽ വിടാം. 7306627772 എന്ന് പറഞ്ഞൊരു നമ്പർ. അത് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുകയോ ഫോട്ടോ അയച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുകയോ ചെയ്യാം. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ തരാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ തൊട്ട് മുമ്പ് വിട്ട നമ്പറിലേക്ക് തന്നെ വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അതിൽ ഡീറ്റെയിൽ തരും. ഓക്കെ, അപ്പൊ ചികിത്സിക്കാൻ താല്പര്യമുള്ളവർ സത്യത്തിൽ കുറവാണ്. 100 പേര് 150 പേര് കയറിയെങ്കിൽ വെറുതെ കയറിയിരുന്നവരാണ്. ചികിത്സിക്കാൻ ഇവിടെ ഫ്രീ ആയിട്ട് ഫോട്ടോ അയച്ചവര് 50ഓളം പേരുണ്ടായി. അതങ്ങനെയാണ് എപ്പോഴും. ഫ്രീ എന്ന് കേട്ടാൽ മലയാളി പെട്ടെന്ന് കൂടും. പക്ഷെ ആവശ്യത്തിന് അവൻ ചെലവാക്കൂല. ആവശ്യം ഉണ്ട് എങ്കിൽ ചെലവാക്കി തന്നെ മാറ്റണം. ഇപ്പൊ ഞാൻ കാണിച്ചത് ഡെമോൺസ്ട്രേഷൻ ആണ്. ഹീലിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നില്ല. ഹീലിംഗിലേക്ക് അവൻ എത്തണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട്, മാസ്റ്റർ ഡിപ്ലോമ കോഴ്സ് നടക്കുന്നുണ്ട്, സാധാരണ കോഴ്സുകൾ നടക്കുന്നുണ്ട്. 3000 രൂപയുടെയൊക്കെ ചെറിയ ചെറിയ കോഴ്സുകൾ, ലീഫ് തെറാപ്പി, മുദ്ര തെറാപ്പി, അങ്ങനെ കുറെ കപ്പിംഗ് തെറാപ്പി, ഹിജാമ, അങ്ങനെ കുറെ കോഴ്സുകൾ നമ്മൾ സെപ്പറേറ്റ് നടത്തുന്നുണ്ട്. അതിന്റെ ഒപ്പം അക്യുപഞ്ചർ, സിംഗിൾ നീഡിൽ അക്യുപഞ്ചറിന്റെ കോഴ്സ് ഉണ്ട്, മൾട്ടി നീഡിൽ അക്യുപഞ്ചറിന്റെ കോഴ്സ് നടക്കുന്നുണ്ട്. ദെൻ എന്താ പറയാ, അഡ്വാൻസ് ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞവർക്ക് നമ്മൾ എന്താവും, ഹീലിംഗ് സിസ്റ്റം പഠിപ്പിക്കും.
ഇപ്പൊ നിലവിൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. വേദനകൾ പറഞ്ഞാൽ എന്താണ് അസുഖം എന്ന് അറിയുമോ? ജൂബിയാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ പറയണേ? ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു, നിങ്ങളുടെ പ്രശ്നം അറിയാ പോരെ? ഇപ്പൊ വേദന പറഞ്ഞു, നടുവേദനക്ക് പറഞ്ഞ കുട്ടിക്ക് ഓംറ്റ് ചെയ്തു, വേറൊരു കുട്ടി ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഡെമോ കാണാൻ കഴിഞ്ഞില്ല, സോറി, പിജാമ കോഴ്സ് ഫീസ് എത്രയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. ഫീസും സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി, എല്ലാം തരാം. കോഴ്സുകളെല്ലാം എന്തായാലും നടക്കുന്നുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. ഇപ്പൊ വരുന്ന 4-ാം തീയതി ഒരു ലീഫ് തെറാപ്പിയുടെ കോഴ്സ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വേണമെങ്കിൽ പഠിച്ചോ. കാരണം വീട്ടിൽ ഒരു കുട്ടിക്ക് ഫിക്സ് വന്നാല്, നടുവേദന വന്നാല്, പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നു ഹോസ്പിറ്റലിൽ പോയാൽ എന്തായാലും 10-30,000 രൂപ ചെലവാ. ഏറ്റവും കുറഞ്ഞ ഒരു പനിക്ക് പോയാൽ പോലും നല്ല കാശ് ചെലവാ. അപ്പോ ഇത്തിരി കാശ് ചെലവ് ആക്കാതിരിക്കാൻ വീട്ടമ്മമാര് എന്തായാലും ഒരു ചെറിയൊരു ചികിത്സയൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മരുന്നില്ലാതെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും എന്നുള്ള ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. വരുന്ന 4-ാം തീയതി മുതൽ ഒരു 5 ദിവസത്തേക്കാണ്. ഓൺലൈൻ കോഴ്സാണ്. അതിന്റെ റെക്കോർഡ് വീഡിയോ ഉണ്ടാവും, അതും അയച്ചു തരും നിങ്ങൾക്ക്. ആ സമയത്ത് എങ്ങനെ കയറാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് വീഡിയോ അയച്ചു തരും. അപ്പോൾ കോഴ്സിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ പങ്കെടുക്കുക. നോർമൽ ഒരു വേദന വന്നാലും 15 ദിവസം ചെയ്യണം. നോർമൽ വേദനയാണെങ്കിൽ ജിനീഷെ വേണമെന്നില്ല. പക്ഷെ അയാൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നോർമൽ വേദനകൾ ഇടക്കിടക്ക് വരുന്നുണ്ടെങ്കിൽ, അത് മാറി മാറി അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ, പലപ്പോഴും അയാൾ ചികിത്സകനെ ചികിത്സിക്കാൻ വേണ്ടി കാണേണ്ടതുണ്ടാവും. കാരണം അഡ്വാൻസ് അക്യുപഞ്ചർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഡിസ്റ്റൻസ് കോഴ്സ് പഠിപ്പിക്കാവുന്ന, എൻ്റെ അടുത്ത് പഠിക്കണം, വേറെ സ്ഥലത്ത് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എൻവെയിൽ അക്യുപഞ്ചർ എന്ന് ഞാൻ പറയാം. അപ്പൊ എൻ്റെ സിസ്റ്റം പഠിച്ചാലേ എൻ്റെ സിസ്റ്റത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. വേറെ പുറത്തുനിന്ന് പഠിച്ചവർക്ക് പറ്റില്ല. അപ്പൊ അഡ്വാൻസ് അക്യുപഞ്ചർ ഞാൻ നടത്തുന്ന അഡ്വാൻസ് ഡിപ്ലോമ, അക്യുപഞ്ചറിന്റെ അഡ്വാൻസ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഡിസ്റ്റൻസ് ഹീലിംഗ് പഠിപ്പിക്കും. അപ്പോ നോർമൽ വേദന വന്നാൽ 15 ദിവസം ചെയ്യണമെന്ന് വെച്ചാൽ വേദന മാറിയാൽ നിങ്ങൾക്ക് പോകാം, നോ ഇഷ്യൂ. വേദനകൾക്കല്ലല്ലോ നമുക്ക് ട്രീറ്റ്മെന്റ് സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ ചെറിയൊരു വെറുതെ ഒരു വേദന വന്നു, അയാൾക്ക് ഒരു ദിവസത്തെ കോഴ്സ് ഒറ്റ ദിവസം എടുത്താൽ മതി. ഇപ്പൊ വേദനകൾ മാറിയവർക്ക് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണ്ട, ഒറ്റ പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. ചെറിയ കേസുകളാണ്, പ്രശ്നമില്ല. പക്ഷെ അയാൾക്ക് സ്ഥിരമായിട്ട് എന്താ പറയാ, ജോലി ചെയ്യുമ്പോൾ വേദനകൾ വരുന്നു, അതല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ വേദന വരുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേറെന്തോ കാരണം ഉണ്ട് എന്ന് ബോധ്യം വരണം. ആ ബോധ്യത്തിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് ടൈം 9 തന്നെയാണ് കൊടുത്തത്. മണ്ടത്തരം കാണിച്ചില്ലേ? 9 കൊടുത്തിട്ടായിരുന്നു. കുഴപ്പമില്ല, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോ ഒരു നോർമൽ വേദനയ്ക്ക് ഒറ്റ ദിവസം ചെയ്താൽ മതിയാവും. ഇപ്പൊ ഒരു പനി വന്നു, അയാൾക്ക് ഒറ്റ ദിവസം മതി. ഒരു ഇടങ്ങേറ് പിടിച്ചിരിക്കുകയാണ്, അയാൾക്ക് ഒറ്റ ദിവസം മതി. പക്ഷെ ഷുഗറിന് 15 വർഷമായിട്ട് മരുന്ന് കുടിക്കുന്ന ഒരാളാണ്, 30 വർഷമായിട്ട് മരുന്ന് കുടിക്കുന്ന ആളാണ്, പ്രഷറിന് മരുന്ന് കുടിക്കുന്ന ആളാണ്, ഹാർട്ട് അറ്റാക്കിന് നിർത്താൻ പാടില്ലാത്ത മരുന്ന് കുടിക്കുന്ന ആളാണ്, പ്രഷർ ഉള്ളതാണ്. അപ്പോ ആ പ്രഷറിന് മരുന്ന് കുടിക്കുന്ന ആളാണ്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം? മരുന്നൊക്കെ നിർത്തി ഇത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ വീട്ടിൽ പോയി ഇരിക്കാന്ന് നമ്മൾ പറയൂല. ചെറിയ വിഷയങ്ങളാണ്, നിങ്ങൾ പറഞ്ഞ പോലെ നോർമൽ വിഷയമാണ്, ചെറിയ വിഷയമുള്ളൂ. പെട്ടെന്ന് ഒരു നടുവലങ്ങിയതാണ്, ചിലപ്പോൾ 1, 2, 3 ദിവസം ചെയ്താൽ മതിയാവും, മാറും. ഓക്കെ. ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ്, കോളൻ കട്ട് ചെയ്തു, ബാഗ് ഇട്ടിട്ടുണ്ട്, ഇനി നമ്മുടെ ട്രീറ്റ്മെന്റ് പറ്റുമോ? ഇനി എന്നാണ് ഡെമോ വേണ്ട സുഹൃത്തെ, ഇതിന്റെ റെക്കോർഡ് ഉണ്ട്. ആ റെക്കോർഡ് നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ചികിത്സിക്കാനാണെങ്കിൽ ഡെമോ കാണണ്ടല്ലോ. ചികിത്സിക്കാൻ നമ്മൾ ലൈവ് എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഇതിന്റെ ഡെമോ എന്തായാലും ഇപ്പൊ നമ്മൾ നടത്തിയ ഡെമോയുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നാളെ വരും അല്ലേ? നാളെ അല്ലേ? ഇന്ന് തന്നെ ഇടും. ഓക്കെ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഡെമോ ഇനി എന്നാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിലേ ട്രീറ്റ്മെന്റ് വേണം. ആമവാദത്തിന് എത്ര സിറ്റിംഗ് വേണ്ടി വരും? സിറ്റിങ്ങിന്റെ എണ്ണം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോ ഞാൻ ഡെമോ കാണിച്ചത് വേദനകളെ മാറ്റുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ആ വേദനകൾ മാറണമെങ്കിൽ നിങ്ങളുടെ ആന്തരികാവയവങ്ങളുടെ പ്രശ്നങ്ങൾ മാറണമെന്ന് പറഞ്ഞു. ആമവാദമായാലും പിള്ളവാദമായാലും എന്ത് വാദമായാലും എന്തായാലും ഈ സാർ ഇതുവരെ മാറിയില്ല, മാറാത്ത ആൾ അവിടെ ഇരുന്നോ. ഞാൻ പറഞ്ഞു 45 മിനിറ്റ് വരെയും നിങ്ങൾക്ക് ഇരിക്കാം മാറാത്ത ആൾക്ക്. കാരണം ഡെമോയില് ഞാൻ പറഞ്ഞു ഒരു 50% മുതൽ
70% ആളുകൾ, ഇരുന്ന ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായാൽ തന്നെ എൻ്റെ ഡെമോ എനിക്ക് വിജയിച്ചു. ഓക്കെ, അപ്പൊ അതില് മാറിയില്ല എന്ന് പറഞ്ഞ ആള് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കണ, മറ്റുള്ളവർ ഇടങ്ങേറി ചെയ്യുന്ന സ്ഥലത്താക്കാതിരിക്കുക. ഫോട്ടോ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും, അതിൽ എഫക്റ്റും ചെയ്യും. അപ്പോൾ 45 മിനിറ്റ് വരെ അവർക്ക് ഇരിക്കാം. കണ്ണടച്ച് തന്നെ ഇരിക്കണം, ഇടക്ക് വർത്താനൊന്നും പറയരുത്, സംസാരിക്കരുത്, അവർ പറഞ്ഞാലനുസരിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഓക്കെ, അപ്പൊ മാറാത്തവര് ഇരുന്നോളൂ, മാറിക്കോളും. 45 മിനിറ്റ് വരെ ഇരിക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ പാലിക്കുക. ഫോട്ടോ അയച്ചിട്ടുള്ളവരാണ് ഇരിക്കേണ്ടത്. പിന്നെ ഇടക്കിടക്ക് കണ്ണു തുറന്ന് വർത്താനവും പറഞ്ഞിട്ടിരുന്നാൽ മാങ്ങണ്ടി കുഴിച്ചിട്ട പോലെ ആവും. മാങ്ങണ്ടി കുഴിച്ചിട്ടിട്ട് ഇടക്കിടക്ക് മാങ്ങണ്ടി ഇങ്ങനെ പൊക്കി നോക്കും, മുളച്ചോ മുളച്ചോ എന്ന് നോക്കണ ആളാണെങ്കിൽ മാറൂല. ഇനിയിപ്പോ പിന്നെ അടുത്ത പ്രാവശ്യത്തിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇടക്കിടക്ക് കണ്ണു തുറന്നു നോക്കി വർത്താനം പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ ഭർത്താവിനോട് എന്റെ മാറിയിട്ടില്ല കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് തുറക്കുമ്പോൾ തന്നെ അതിന്റെ എന്താവും, അതിന്റെ റേഞ്ചിന് മാറ്റം വരും. ഇതിൽ കുറെ പേര് മെസ്സേജ് വിട്ടിട്ടുണ്ട്, 80% മാറി, സാറിന്റെ ഇന്നത്തെ പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇതൊക്കെ ഇതിലാണ് എഴുതി വിടേണ്ടത്. കാരണം ഞാനിത് പറയണത് ഇവർക്ക് വിശ്വസിക്കണമെന്നില്ല, അത് വിശ്വസിക്കണമെങ്കിൽ അതിലുമാണ്. ഇടത്തെ കൈവേദന, നടുക്കുതൽ, വലത്തെ കാൽമുട്ട് വേദന വരെ മാറി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. കുറെ പേര് വോയിസ് വിട്ടിട്ടുണ്ട്, സോറി വോയിസ് കേൾക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ ഒന്ന് ഞാനിപ്പോ അയക്കാം, നേരത്തെ നമ്പറിൽ നിങ്ങൾക്ക് അയക്കാം. അതിൻ്റെ ഒപ്പം പിന്നെ കോഴ്സ് ചെയ്യണമെങ്കിലും ആ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 4 ദിവസത്തെ കോഴ്സ് ലീഫ് തെറാപ്പി വരുന്നുണ്ട്. 3000 ആണ്. 15,000 രൂപ കൊടുത്താൽ പോലും പഠിച്ച ഇത് നമ്പർ വിട്ടിട്ടുണ്ട്, 7306627729 എന്ന് പറഞ്ഞ നമ്പർ വിട്ടിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ചോദിക്കാം. ഓക്കെ, 15,000 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരു 3,000 രൂപക്ക് നമ്മൾ പഠിപ്പിക്കുന്നു. വരുന്ന 4-ാം തീയതിയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വാട്സപ്പിൽ ചോദിക്കാം. നിങ്ങളുടെ വീട്ടിലെ ഡോക്ടർ നിങ്ങൾക്ക് ആകാം. ഈ ചികിത്സാ സംവിധാനം, മരുന്നില്ലാത്ത ചികിത്സാ സംവിധാനങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഇതൊന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഒരു ലീഫ് തെറാപ്പി പഠിച്ചാൽ. പിന്നെ എനിക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്നതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വരാതിരിക്കുന്നവർക്ക് സലാം, കുഴപ്പമില്ല. കാരണം എനിക്ക് കാശ് വേണം, അപ്പൊ ഞാൻ കാശ് കിട്ടാൻ വേണ്ടി തന്നെ നടത്തുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഓക്കെ, താങ്ക് യു. മാഷാ അല്ലാഹ്, സാറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഗുഡ്, താങ്ക് യു സർ, നല്ല ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. അപ്പോ എനിക്ക് കാശ് കിട്ടൂലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ കോഴ്സിന് ചേരാതിരിക്കണ്ട. നിങ്ങളുടെ കാശ് പോകാതിരിക്കാനുള്ള ഒരു എളുപ്പവിദ്യ പറഞ്ഞത്. കാരണം ചില ആളുകളൊക്കെ ഓർക്കുക, എനിക്ക് കാശ് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എന്നെ അറിയാവുന്നവർക്ക് അറിയാം. എന്തായാലും ഒരു 10-300 പേരെ ഡെയിലി 300 രൂപയാണ് എനിക്ക് ഒരു സിറ്റിങ്ങിന് വരാം. എനിക്ക് ട്രീറ്റ്മെന്റിന് ഒരാള് ഫോട്ടോ അയച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സിറ്റിങ്ങിന് 500, പിന്നീടുള്ള ഓരോ സിറ്റിങ്ങിന് 300 ആണ്. അപ്പൊ അതിനാണ് നമ്മൾ ഒരു 11 സിറ്റിംഗ് പറഞ്ഞത്. അപ്പോഴാണ് 3,500 എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു 100 പേര് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് എന്തായാലും ഇൻകത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നെ സഹായിക്കാനല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ്. കാരണം ഞാൻ കുറെ നാളുകളായിട്ട് എന്റെ പലരും ചോദിച്ചുകൊണ്ടാണ് എന്റെ ഒരു സിസ്റ്റം. അതിപ്പോ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലുമൊക്കെ ലീഫ് തെറാപ്പി വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അക്യുപഞ്ചറിസ്റ്റ് ആണെങ്കിൽ പോലും, നിങ്ങൾക്ക് എന്റെ ലീഫ് തെറാപ്പി പഠിച്ചാൽ മനസ്സിലാവും. അത് സിമ്പിൾ ആണ്, ഏതൊരുത്തനും ചെയ്യാൻ പറ്റും, റിസ്ക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഈ ചെറിയൊരു എമൗണ്ട് 3,000 രൂപ മുടക്കിയാല് നിങ്ങൾക്ക് ചിലപ്പോൾ 3 ലക്ഷത്തിന്റെയിലും കൂടുതൽ ലാഭം ഉണ്ടാവും. ചെറിയൊരു സംഭവമല്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. എന്തായാലും ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്ക് പെയിൻ എന്നുള്ളത് കേവലം ഒരു ബാക്ക് പെയിൻ മാത്രമല്ല എന്നും, അതില് ആ ബാക്ക് പെയിൻ വരാൻ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നും ഞാൻ ചെറിയ സമയം കൊണ്ട് കുറച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ പരിചയത്തിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കോഴ്സ് ചെയ്യാൻ മലപ്പുറത്ത് നിന്ന് മുപ്പത്തടം വരെ വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വരാതിരുന്നത്. ഓക്കെ, താങ്ക് യു. സീഡ് തെറാപ്പി ലീഫ് തെറാപ്പിയും ഒന്നാണോ? സീഡ് തെറാപ്പി ലീഫ് തെറാപ്പി ഒന്നല്ലല്ലോ. സീഡ് എന്ന് പറഞ്ഞാൽ വിത്താണ്, ലീഫ് എന്ന് പറഞ്ഞാൽ ഇലയാണ്. ഇനി ലീഫ് തെറാപ്പി, എല്ലാ ലീഫ് തെറാപ്പിയും ഉണ്ടെങ്കിലും എന്റെ ലീഫ് തെറാപ്പി വേറെയാണ്. ഇനി നിങ്ങൾ വേറെ അവിടെ നിന്ന് ഏത് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ സ്പെഷ്യലായി അത് 8 പോയിന്റിൽ, വെറും 8 പോയിന്റിൽ
തെങ്ങിന്റെ ഓല അല്ലെങ്കിൽ മറ്റു പല ചില ഇലകൾ ഞാൻ പറയുന്നുണ്ട്. ആ ഇലകൾ വെച്ചാൽ ഏത് രോഗത്തെയും നിങ്ങൾക്ക് തന്നെ ചികിത്സിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡോക്ടറൊന്നും ആവാനല്ല, ഒരു ബോർഡ് വെച്ച് ചികിത്സിക്കാനൊന്നുമല്ല, പകരം നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന സിസ്റ്റം നമ്മൾ പഠിപ്പിക്കുന്നു. അത് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ തിരിയും. കാൽമുട്ട് വേദനയ്ക്ക് ഇതുപോലെ ക്ലാസ് വെക്കാവുന്നു. എന്റെ പൊന്നെ, കാൽമുട്ട് വേദനയുടെ കാരണം ഇങ്ങനെയൊക്കെ തന്നെ ആന്തരികാവയവങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. ക്ലാസ് വെക്കലല്ല കാര്യം. കാൽമുട്ട് വേദന മാറാൻ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഒരു സെന്റർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ക്ലാസ് വെച്ചത്. സത്യത്തില് ആ വേദനയുടെ കാരണം എന്ത് എന്ന് നിങ്ങൾ അറിയലല്ല സത്യത്തില് ആവശ്യം. എന്റെ രോഗം വരാനുള്ള കാരണം എന്ത് എന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല. പകരം എന്റെ രോഗചികിത്സ സക്സസ് ആകുന്ന സ്ഥലത്ത് എന്റെ രോഗചികിത്സ നടക്കണം. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും വേൾഡിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോ ചെറിയ കളിയാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷെ ഇത് വലിയ കളിയിലേക്ക് ഇൻഷാല്ല പോണം. എന്തായാലും 9 മണി കഴിഞ്ഞു, എന്റെ ഒറിജിനൽ ട്രീറ്റ്മെന്റിന്റെ ടൈമായി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആയിരിക്കോ ലീഫ് തെറാപ്പി എന്ന് ചോദിച്ചിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ്. ഗൂഗിൾ മീറ്റ് ആയിരിക്കും. ഗൂഗിൾ മീറ്റ് ആയിരിക്കും. അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് അയച്ചു തരുന്നതാണ്. നോ ഇഷ്യൂ. അപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്നവർ പരമാവധി പങ്കെടുക്കാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടവര് നേരിട്ട് വന്ന് ചെയ്യണമെങ്കിൽ നേരിട്ട് ചെയ്യാം. ഇടയ്ക്ക് വെച്ചത് കണ്ണ് തുറന്നു പോയതൊന്നും കുഴപ്പമില്ല. അതിന് നിങ്ങൾ ഫീസ് അടച്ചിട്ട് എന്ത് ചെയ്ത് കണ്ണടച്ച് വെക്കുക. അപ്പൊ ഫീസ് അടക്കുമ്പോൾ കണ്ണ് തുറക്കൂല. കാരണം പോയ കാശല്ലേ, എന്റെ കാശ് പോയതല്ലേ എന്ന് ഓർത്തിട്ടെങ്കിലും കണ്ണടച്ചിരുന്നോളൂ. ഓക്കെ, ഇത് വെറുതെ ചെയ്യുമ്പോൾ കണ്ണൊക്കെ തുറന്നു നോക്കും. കാരണം എന്താ, ഇവരെന്ത് ചെയ്യാനാ, പാവങ്ങൾ ജീവിച്ചു പോട്ടെ, ഫീസ് കൂട്ടാതെ. ഓക്കെ, ഫീസ് ഒന്നും കൂട്ടണില്ല. പാവങ്ങൾ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ കോഴ്സ് നടത്തുന്നത്. ഈ പാവം ജീവിച്ചു പോകാനല്ലേ. അപ്പൊ എന്റെ കോഴ്സിന് ചെറിയ ഫീസേ ഉള്ളൂ. ആ ഫീസ് തന്നിട്ട് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി. കാരണം ഹോസ്പിറ്റലിൽ ഇനി അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ എന്നെ അറിയിക്ക്. അപ്പൊ ഞാനത് പരിഹരിക്കാം. അല്ലാത്തവര് കോഴ്സിന് ഫീസ് കൊടുത്തന്നെ. കാരണം ഞങ്ങളൊക്കെ പഠിച്ചത് അങ്ങനെ തന്നെ. ഞാൻ വലിയ സംഭവമൊന്നുമല്ല. ഞാനും എൻ്റെ വീട്ടിലൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് തന്നെ ഞാൻ പഠിച്ചതാ. അങ്ങനെ തന്നെ പഠിച്ചു വളർന്നതാ. അപ്പൊ പിന്നെ എനിക്കറിയാം പാവങ്ങൾ എങ്ങനെ ജീവിക്കണെന്നുള്ളത്. ഞാൻ അങ്ങനെ തന്നെ വളർന്നതാ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ പാവങ്ങൾക്കുള്ളതൊക്കെ നമ്മളിവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചികിത്സിക്കാൻ വരുന്നവർക്ക് സാമ്പത്തികം പ്രശ്നമുണ്ട് എങ്കിൽ, സാമ്പത്തിക പ്രശ്നമില്ലാത്ത അംബാനിക്ക് സാമ്പത്തിക പ്രശ്നം ഇല്ലാത്തതാണ്. അങ്ങനെയാണ്. അങ്ങനെയല്ല, സാമ്പത്തികം പ്രശ്നം കൊണ്ട് ഒരാൾക്ക് ചികിത്സ മുടങ്ങണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. പക്ഷെ അത് പഠനത്തിന്റെ വിഷയത്തില് ബന്ധമില്ല. പഠിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാശ് മുടക്കി തന്നെ പഠിക്കുക. ഞാൻ എവിടെ നിന്ന് പഠിച്ചെന്നുള്ളതൊക്കെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഗുരുക്കന്മാരുണ്ട്. എല്ലാ ഗുരുക്കന്മാരും പവർഫുൾ ആണ്. എന്റെ ഗുരുക്കന്മാരെല്ലാം പവർഫുൾ ആയതുകൊണ്ട് മാത്രം ഈ പൊട്ടൻ ഇങ്ങനെ പവർഫുൾ ആയതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞ് സമയം കളയണ്ട. ഒത്തിരി മാസ്റ്റേഴ്സിന്റെ ഇത് പഠിച്ചു. അക്യുപഞ്ചർ എന്നെ ഒത്തിരി സ്ഥലത്ത് നിന്ന് പഠിച്ചു. സുജോക് തെറാപ്പിയിൽ ട്രയോർജിൻ അക്യുപഞ്ചർ ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കൂടി ഇപ്പോ ഈ ഒരു സിസ്റ്റത്തിലാണ്. അക്യുപഞ്ചറിൽ പുതിയൊരു റൂട്ടിലേക്ക് കയറിയിരിക്കുന്നു. ഒരു 2 വർഷത്തോളമായി കൊറോണ നമുക്ക് തന്ന ഒരു സമ്മാനമാണ് ഡിസ്റ്റൻസ് ആയിട്ട് ഹീൽ ചെയ്യാം എന്ന് തെളിയിച്ചത്. അപ്പൊ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇരുന്നത്. ബോധ്യപ്പെട്ടവർക്ക് ട്രീറ്റ്മെന്റ് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് സലാം. അപ്പൊ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടവർ ഫീസ് അടക്കാതിരിക്കരുത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ബോധ്യപ്പെട്ടവർ ഫീസ് അടക്കാതിരിക്കരുത്. ട്രയൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ബോധ്യപ്പെടാത്തവർക്ക് ട്രയൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ചിലവർ ചോദിച്ചു ഡെമോക്ക് ഇനി എന്നാണ്. ഡെമോക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ട. ഡെമോക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ അയക്കാം. ഒറിജിനൽ ട്രീറ്റ്മെന്റിലേക്ക് ഫോട്ടോ അയക്കാം. ഡെമോക്ക് അല്ല, ഒറിജിനൽ ട്രീറ്റ്മെന്റിലേക്ക് ഫോട്ടോ അയക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. നോ ഇഷ്യൂ. ഇത് വലിയ ഫീസാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം ഒരു സ്കാനിങ്ങിന് പൊന്നെ നീ കൊണ്ടുപോയിട്ട് 8,000 12,000 കൊടുക്കണോടത്ത് സ്കാനിങ്ങിന് നിന്റെ നട്ടലിന് എവിടെ കുഴപ്പമൊന്നും പോലും കണ്ടുപിടിക്കാനുള്ള മര്യാദക്ക്. ഇനി കുഴപ്പം കണ്ടുപിടിച്ചാൽ നിന്റെ രോഗം മാറണില്ല. എന്നിട്ട് നമ്മളുടെ ഫീസിന്മ പഠിക്കരുത്. ഓക്കെ, അല്ല. അപ്പൊ ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.